ഒന്നാം അധ്യായത്തിൻ്റെ സാരാംശം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ വെളിപ്പെടൽ. പത്മോസിൽ ആയിരുന്ന യോഹന്നാനെ യേശു പരസ്പരം കണ്ടുമുട്ടുന്ന, അതല്ലെങ്കിൽ വെളിപ്പെട്ടു വരുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ്, 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിൽ അന്നുണ്ടായിരുന്ന 7 സഭകൾക്കുള്ള ദൂതുകളാണ്. കാണുന്നതൊക്കെ എഴുതി ഈ സഭകൾക്ക് അയക്കുവാൻ പറയുന്ന 7 കത്തുകളുടെ സമാഹാരമാണ് ആ കാണുന്നത്. വാസ്തവത്തിൽ അവിടെ 10 സഭകളുണ്ട് ഏഷ്യ മൈനറിൽ അന്ന്. ഹിയറപ്പൊലീസ് ഒരു സഭയാണ്, കൊലോസ്യ ഒരു സഭയാണ്. ഈ വിധത്തിൽ സഭകളുടെ എണ്ണം 10ആണ്. പക്ഷേ 7 സഭകളെ അവിടെ പരാമർശിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം ഈ പുസ്തകം ഒരു പ്രത്യേക സ്വഭാവത്തിലാണ് എഴുതിയിട്ടുള്ളത്. സഭയുടെ 7 അവസ്ഥാവിശേഷങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എക്കാലഘട്ടത്തിലെയും ദൈവസഭയിലെ 7 രൂപങ്ങളെ, 7 ഭാവങ്ങളെയാണ് ആ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ 7കളുടെ ഒരു പുസ്തകമാണ് വെളിപ്പാട് എന്ന് പറയാം. കാരണം 7 ദൂതഗണങ്ങൾ, 7 സഭകൾ, 7 മൂപ്പന്മാർ, 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, 7 ഇടിയും നാദം മുഴക്കുന്നത്, അങ്ങനെ 7 എന്ന് പറയുന്ന 7 കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ 7 49 കാര്യങ്ങളുടെ രഥം ചുരുക്കമാണ് ഈ പുസ്തകം. അങ്ങനെ 7 പുതിയ കാര്യങ്ങൾ, അങ്ങനെ 7 എന്ന് 7 ആവർത്തി അതിൽ കാണുന്നുണ്ട്. അങ്ങനെ 7കളുടെ ആവർത്തി 7, ഓരോന്നും 7. അങ്ങനെ വളരെ മഹനീയമായ, മനോഹരമായ, അടുക്കും ചിട്ടോടും കൂടിയിട്ടുള്ള ഒരു പുസ്തകം. ഇതെഴുതുന്ന യോഹന്നാൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് നല്ലതാണ്. ഈ യോഹന്നാനും ദാനിയേലും തമ്മിലുള്ള ഒരു പഠനം നടത്തിയാൽ, ദാനിയേൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു ഉത്കൃഷ്ട മാനസനായ, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, രാജസദസ്സിലിരുന്ന് രാജ്യത്ത് 3ാമനായിരിക്കത്തക്ക വിധം ഒരു ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ അധികാരമുള്ള ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ദാനിയേൽ. യോഹന്നാൻ നേരെ തിരിച്ചാണ്. അദ്ദേഹം ഒരു ക്വാളിഫൈഡും അല്ല, എഴുത്ത് തന്നെ കഷ്ടിച്ചറിയാം മാത്രം. പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യനുമാണ്. അവർ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ചില സാമ്യമുണ്ട് അവർ തമ്മിൽ. ഒരു സാമ്യം എന്ന് പറയുന്നത് 2 ആളുകളും യഹൂദ ഗോത്രക്കാരാണ്, ഒരു സാമ്യം. രണ്ടാമത്തെ സാമ്യം, ഈ 2 പുസ്തകങ്ങളും ഒരേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത്തെ സാമ്യം, പഴയ നിയമത്തിലെ 27ാമത് പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27ാമത് പുസ്തകമാണ് യോഹന്നാൻ്റെ വെളിപ്പാട്. പിന്നെയുള്ളൊരു സാമ്യം, ഇതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദാനിയേലിൽ കണ്ട സംഭവങ്ങളുടെ ചുരുളഴിയുകയാണ് വെളിപ്പാട് പുസ്തകത്തിൽ. നീ മുദ്ര ഇട്ടേക്കുക ദാനിയേലിനോട്, നീ മുദ്ര ഇടരുത് യോഹന്നാനോട്. അങ്ങനെ സാമ്യങ്ങൾ ഏറെയുണ്ട്. പിന്നെയും ഉണ്ടൊരു സാമ്യം, 2 ആളുകളും ഇത് കാണാൻ പറ്റിയ ഒരു പരിസ്ഥിതിയിലല്ല. ഒരാൾ പ്രവാസ ജീവിതത്തിൽ, ഒരാൾ പത്മോസിലെ തടവിൽ. അപ്പോൾ അങ്ങനെയുമുള്ള പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ്. ഒരാൾ രാജാവിൻ്റെ തടവിലാണെങ്കിൽ മറ്റൊരാൾ രാജാവിനാൽ ഒരു തടവറയിലേക്ക് അയക്കപ്പെടുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധി കാലയളവിലാണ്. പിന്നെ ഏറ്റവും വലിയ സാമ്യം, ബൈബിളിലെ പ്രവാചകന്മാർക്കും ബൈബിളിൻ്റെ ശക്തരായ വക്താക്കൾക്കെല്ലാം കിട്ടിയത് ദാരുണമായ ഒരന്ത്യമാണ്. വലിയൊരു ദാരുണ അന്ത്യം. കല്ലീറ് കൊണ്ട് മരിക്കുക, വാളിനാൽ കൊല്ലപ്പെടുക, അങ്ങനെയുള്ള അന്ത്യം. നമുക്കിന്നതൊക്കെ നിരാശാജനകമായ ഒരു കാര്യമാണ്. നമ്മളത് പറഞ്ഞു വരുന്ന വസ്തുതകൾക്കൊക്കെ എതിരാകും. കാരണം ദൈവമക്കൾക്കെല്ലാം കിട്ടിയത് പീഡയാണെങ്കിൽ, നമ്മൾ സുവിശേഷത്തിലെല്ലാം പറയുന്നത് കാശ് കിട്ടുമെന്നും കോടികൾ കിട്ടുമെന്നൊക്കെ പറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവമക്കൾക്കെല്ലാം കിട്ടിയത് പീഡയാണ്, കനത്ത പീഡ. യെശയ്യാവിനെയൊക്കെ അങ്ങനെയാണ് കൊന്നത്. യിരെമ്യാവിനെ ഇരുട്ട് കിണറ്റിലിടുന്ന സ്ഥിതി ഉണ്ടായി. പ്രവാചകന്മാരെല്ലാം കനത്ത പീഡ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ ഈ ധന്യനായ ഈ ദാനിയേലിനും യോഹന്നാനും കിട്ടിയത് സ്വാഭാവിക മരണങ്ങളാണ്. അങ്ങനെ മരിച്ച 2 പേരാണ് ഈ 2 പ്രിയപ്പെട്ടവർ. പക്ഷേ അങ്ങനെ ആണെങ്കിലും 2 ആളുകളും പീഡയിലൂടെ കടന്നുപോയി. ഒരാൾ തീച്ചൂളയിൽ കടന്നുപോയപ്പോൾ ഒരാൾ പത്മോസ് ദ്വീപിൻ്റെ ഒറ്റപ്പെട്ട തുരുത്തിൽ കൊണ്ടെറിയപ്പെട്ടു. അങ്ങനെ 2 ആളുകളും തമ്മിലുണ്ട് ഒട്ടേറെ സാമ്യവും വ്യത്യാസവും. പ്രകടമായ വ്യത്യാസം എന്താ? ഒരാൾ പഠിപ്പുള്ള ആൾ, ഒരാൾ തീരെ അറിവില്ലാത്ത ആൾ. അങ്ങനെയല്ലേ? പക്ഷേ പഠിപ്പില്ലാത്ത ആളിന് വേണ്ടി ദൈവം ഒന്നും കുറച്ചില്ല. അതാണ്
ദൈവിക വെളിപ്പാടിൻ്റെ ശക്തി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് ദൈവത്തെ അറിയുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ. എത്ര വലിയ ആഴമേറിയ ഒരു വാക്യം. അപ്പം അത് നമുക്ക് അവരുടെ സമർപ്പണത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നു. അവർ ദൈവത്തെ അന്വേഷിച്ചു. നമുക്കിനി 4 മുതലുള്ള അധ്യായത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ 4 വായിച്ചോളൂ. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരധ്യായം. അതാ മൊത്തം അത് വായിപ്പിച്ചത്. അതിൽ ഒഴിവാക്കേണ്ട ഒന്നുമില്ല. കഴിവതും അത് മനഃപ്പാഠം പഠിക്കുന്നത് ഏറെ നല്ലതാണ്. എന്താണ് സ്വർഗം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണ ഈ അധ്യായം നമുക്ക് തരും. സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മുഴുവൻ അർത്ഥപൂർണമാകുന്ന ഒരധ്യായം. അത് ഞാനതിൻ്റെ സംക്ഷേപം ഒന്ന് പറയാം. സ്വർഗത്തിൽ ഒരു സിംഹാസനം വച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആരാകും? സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾ സ്വാഭാവികമായിട്ട് ദൈവമാണ്. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റിലും മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്, മഴവിൽ കണക്കെ മനോഹാരിതയുള്ള ഒരു പച്ച വില്ല്, പച്ചപ്രകാശപൂരിതമായ ഒരു പശ്ചാത്തലം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനങ്ങൾ, അതിൽ 24 ജീവികൾ. ആ ജീവികൾക്ക് തൊട്ടടുത്ത് സിംഹാസനത്തിൻ്റെ ചുറ്റിലും മുമ്പിലുമൊക്കെയായി 4 ജീവികൾ. ആ 4 ജീവികൾ 4 കെരൂബുകളാണ്. ആ കെരൂബുകൾക്ക് മുമ്പിലും പിൻപിലും കാഴ്ചയുള്ളവയായിരുന്നു, കണ്ണ് ഉള്ളവയായിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 6 ചിറകുകൾ ഉള്ള മുമ്പുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞ ജീവികളുടെ പ്രത്യേകത, അവ എന്താ പറയുക, 4 രൂപങ്ങളെ പ്രതിനിധീകരിച്ചു. ഒന്നാം ജീവി സിംഹസദൃശ്യമായിരുന്നു. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യമായിരുന്നു. മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം. നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അവ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള കർത്താവ് പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപ്പകൽ
വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് ശുദ്ധ പളുങ്കിനൊത്ത ഒരു കണ്ണാടി കടൽ, യഹോവയുടെ 7 ആത്മാക്കളായി 7 ദീപങ്ങൾ ജ്വലിച്ചു കൊണ്ടിരുന്നു. ആ ജ്വലനമുള്ള മനോഹര അവസ്ഥയിൽ ഈ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവന് ജീവികൾ മഹത്വം കൊടുക്കുമ്പോഴൊക്കെ മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ നിന്ന് ഇറങ്ങി തങ്ങളുടെ കിരീടങ്ങളെ താഴെ ഇടും. അതല്ലേ വായിച്ചേ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ ഓർമ്മയുണ്ടോ? മറക്കരുത്. 4-ാം അധ്യായം മറക്കരുത്. 4-ാം അധ്യായം മറക്കാതിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആരും മറക്കാതിരിക്കാൻ. ഇവിടെ ഈ സെൻറ്റർ മാസയോഗമൊക്കെ ഉണ്ടോ? സഭയിൽ മാസയോഗം ഉണ്ടോ? ഇവിടെ അങ്ങനെയുള്ള പരിപാടി ഇല്ല. മാസത്തിൽ ഒരിടത്ത് സഭയിൽ ഒരുമിച്ച് കൂടിയുള്ള ഇല്ല. നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ കൂടിയിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. എന്നാൽ പറയാം. ഈ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം നമ്മുടെ ഒരു മാസയോഗം പോലെയാണ്. എന്താ മനസ്സിലായി? യോഗം തുടങ്ങുന്ന സമയത്ത് 11-11:30 വരെ സ്റ്റേജിൽ 24 പാസ്റ്റർമാർ, തൊട്ടു മുമ്പിൽ 4 വിശ്വാസികൾ, 24 മൂപ്പന്മാരും 4 ജീവികളും. മനസ്സിലായോ? 24 പാസ്റ്റർമാർ സ്റ്റേജിൽ, യോഗം കൂടാൻ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഒരുത്തനോടൊരുത്തൻ. നീ മറക്കുമോ? വെളിപ്പാട് പുസ്തകം 4 എന്താ? നമ്മുടെ മാസയോഗം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോല്ലോ. പക്ഷേ പിള്ളേർക്കൊന്നും പിടിയിട്ടില്ല. അതവർ മനസ്സിലാക്കാതിരിക്കട്ടെ. അപ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികളുമുള്ള 4 അധ്യായം. നമുക്കത് പിന്നെ വേണം, അവിടെ കിടക്കട്ടെ. അപ്പോൾ 5-ാം അധ്യായം മറ്റൊരു സംഭവമാണ്. അകത്തും പുറത്തും 7 മുദ്രകളാൽ മുദ്രയിട്ട ഒരു പുസ്തകം. അങ്ങനെയല്ലേ? ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടെ. കഴിവത് ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ഒന്നും നമ്മൾ പറയാതെ പോകാം. എന്നാലും ചിലത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ്. ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്ത് ഒരു ചെടി വളരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെമ്മ് ത്രികോണാകൃതിയിലാണ്. കാണ്ഡം ത്രികോണാകൃതിയിൽ കാണ്ഡമുള്ള ആ ചെടിയുടെ ഇലകൾ പയർ കണക്കാണ്. ആ ചെടിയുടെ കാണ്ഡം, ആ സ്റ്റെം ഉറപ്പുള്ളതാണ്. അതിൻ്റെ അകം വളരെ മൃദുവാണ്. ആ ബാഹ്യഭാഗം നമ്മുടെ നാട്ടിലെ ഈറ്റപ്പൊളി പോലെയാണ്. ഈറ അതുപോലെയാണ്. ഇത് ഇന്നും അവിടെയുണ്ട്. പക്ഷെ മുറിക്കാൻ എളുപ്പമല്ല. കാരണം നിയമമില്ല. വളരെ അവർ സംരക്ഷിക്കുന്നു. അന്നും മുറിക്കാതെ എളുപ്പമല്ല. ഈ ചെടിയുടെ പേര് ഞാങ്ങണ എന്നാകുന്നു മലയാളത്തിൽ. ഇംഗ്ലീഷിൽ കിടക്കുന്നു പാപ്പിറസ്. പാപ്പിറസ് ചെടിയുടെ ഉൾവശത്ത് കാണുന്ന, അകത്ത് കാണുന്ന കാമ്പ് നമ്മുടെ ചേമ്പും തണ്ട് പോലെയാണ് ഉൾവശം. പ്രത്യേക പൾപ്പാണ്. 2ആണ് അതിൻ്റെ ഉപയോഗം. ഈ ചെടി കട്ടിയായി കഴിഞ്ഞാൽ തന്നെ ഉണങ്ങും. ഉണങ്ങുമ്പോൾ ഒടിക്കാം. ഒടിച്ചെടുക്കും ആളുകൾ. ഒടിച്ചെടുത്തിട്ട് അകത്തെ പൾപ്പ് ഉണങ്ങി അത് പൊടിയായി കഴിയും. ഈ പൊടി ശേഖരിക്കുക. ശേഖരിച്ചെടുത്ത ആ പൊടി ഉപയോഗിക്കുന്നത് മുന്തിരിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് ഇത് കുറുക്കിയെടുത്ത് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. ഓക്കെ, അതിനൊരു പേര് പറയും വാളവര. നമ്മുടെ മുടിയമ്പുത്തം കഴിച്ച സ്പെഷ്യൽ ഡിഷാണ്. എന്തെന്ന്? വാളവര. വാളവരയിലെ പ്രധാന ഘടകമാണ് പാപ്രസിൻ്റെ അകത്തെ പൊടി. ചിലരിതൊടിക്കും, എന്നാൽ ചിലരിതൊടിക്കാതെ നിർത്തും. കാരണം അത് തന്നെ ഒടിഞ്ഞു പോകുന്ന ഭാഗത്തിൻ്റെ ബാക്കി നിലത്ത് വീണ് പൊട്ടിക്കിളുക്കും. അത് കിളുത്തോട്ടെ നോർത്ത് ചിലരിട്ടേക്കും. അതാണ് നമ്മൾ പറയുന്ന ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ. അതവിടെ നിന്ന് വളർന്നോട്ടേ എന്ന് വെക്കും. ഓക്കെ, ഈ പാട്ടൊക്കെ പാടുമെങ്കിലും പലർക്കും അറിയത്തില്ല എന്നാ ഈ ഓടയെന്നൊക്കെ. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ. അപ്പോൾ ഓടത്തണ്ടെന്ന് ഇതിന് പേരുണ്ട്. ഇതൊന്നുമല്ല പ്രധാന വിഷയം. ഈജിപ്തുകാർക്ക് ഇതൊരു ദേവനാണ്. ഹൈന്ദവ സഹോദരന്മാർക്ക് തുളസിയോടുള്ള ഭക്തി പോലെയാണ് ഇവർക്ക് പാപ്പിറസിനോട്. കാരണം ത്രികോണാകൃതിയുള്ള അതിൻ്റെ സ്റ്റെമ്മ് ഒരു പിരമിഡിൻ്റെ ആകൃതിയാണ്.
പിരമിഡിൻ്റെ ആകൃതി എന്താ? ത്രികോണം. ഇത് ഈജിപ്തിലെ ശവകുടീരാണ്. മരണമാണ് ഈ ചെടി സൂചിപ്പിക്കുന്നത്. അവരുടെ ദേവൻ സൂര്യനാണ്. ഇതിൻ്റെ ഇല സൂചിപ്പിക്കുന്നത് സൂര്യനെയാണ്, കിരണം ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ഓക്കെ ഓക്കെ ഇതാണ് ചെടി തരുന്ന ആശയം. ഇതാണ് നമ്മുടെ മോശം ചെന്ന് വെട്ടിയെടുത്ത് അതിന് അപാരതയില്ല. അത് തന്നെ പുതിയ വിഷയമാണ്. അവൻ ദൈവമായി ചെടിയെ വെട്ടിയെടുത്ത് പൊട്ടമെന്നഞ്ഞ് മോശത്തിനകത്ത് രക്ഷിച്ചു. അത് വേറെ വിഷയം പോട്ടെ. നമുക്കിതല്ല വിഷയം. ഈ പച്ച പാപ്പിറസ് ചെടിയുടെ ഉൾക്കാമ്പ് ശേഖരിച്ച് അരച്ച് മിനുസമുള്ള പ്രതലത്തിൽ വെച്ച് ഉണക്കി അതിന് മീതെ കട്ടിയുള്ള ഒരു ഫലകം വെച്ച് അമർത്തി ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ ഇങ്ങനൊരു പേപ്പർ ഷീറ്റ് കിട്ടും. ഇത്രയും ക്വാളിറ്റി ഇല്ല, പക്ഷേ വില ഇതിലും കൂടുതലാണ്. ഇത്രയും പാപ്പിറസ് വേണമെങ്കിൽ $50 കൊടുക്കണം ഇപ്പോഴും. അതുപോലെ അതിൻ്റെ പ്രാചീനത്വം അങ്ങനെയാണ് കേട്ടെ. ഇത് കണ്ടു പഠിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. നമുക്കവിടെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ വരാൻ വേണ്ടി പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊരു വഴി പറഞ്ഞു തരാം. ലോൺ എടുത്താൽ മതി. ഇതൊന്നും ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു തരിക. 3-4 രാജ്യങ്ങൾ കറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരാം. യേശുവിൻ്റെ ജീവിച്ചിരുന്ന നാടും പ്രദേശങ്ങളും അവിടെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ക്ലാസ് ഉണ്ട്. ഈ ടൂറിസം പോലെ പോകുന്നവരുണ്ട്, അവർക്കൊന്നും കണ്ടുവരാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. നമുക്ക് മമ്മിയൊക്കെ ഇരിക്കുന്ന ഇടങ്ങളിൽ പോയി അവിടെ നിന്ന് ക്ലാസ് എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ആ പെട്ടി കണ്ടാൽ മതി, നമുക്ക് അത്ഭുതം വരും. നമ്മുടെ വിഷമം തീരും. കാരണം ഈ വീടിൻ്റെ വലിപ്പമൊക്കെ ഉള്ള ശവപ്പെട്ടി ഈ കെട്ടിടത്തിൻ്റെ, അത് സ്വർണ്ണത്തിൽ തീർത്തത്. ഇങ്ങനെ അടിച്ചാൽ മണിനാഥം മുഴങ്ങുന്ന സ്വർണ്ണപ്പെട്ടി 1-2 അല്ല 100 കണക്കിന്. നമ്മുടെ അല്ലെങ്കിൽ തന്നെ ഇന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. 5000 വർഷമുള്ള ഈജിപ്തിലെ ശവകുടീരങ്ങൾ, മമ്മി ഇതൊക്കെ കണ്ടുവരാം. ഒപ്പം ചീഞ്ഞഴുകിയ മമ്മി അതൊക്കെ സംസ്കരിച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവരെങ്കിൽ തുറക്കപ്പെട്ട കല്ലറ കാണാം. അതൊരാളുടെ ഉള്ളൂ, അറിയാം, നമ്മുടെ കർത്താവിൻ്റെ. അവനിവിടെ ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഒട്ടേറെ വിജ്ഞാനപ്രദങ്ങളായ കാര്യങ്ങളാണ്. അതൊക്കെ പോട്ടെ. പ്രധാന ഒരു വിഷയം പറയാനാണ് നമ്മളങ്ങോട്ട് വന്നത്. എന്നിട്ട് നമുക്ക് പാപ്പിറസ് വരെ കിട്ടിയല്ലേ. അന്നത്തെ എഴുത്ത് രീതി ഈ ഇങ്ങനെ എടുക്കുന്ന ഷീറ്റുകൾ നീളത്തിലിടുകയാണ് പതിവ്. പായ പോലെ വീതി കുറവാണ്. വീതി ഇത്രയൊക്കെ കാണുള്ളൂ. ചുരുട്ടി വന്ന നീളത്തിൽ വീതി കുറഞ്ഞൊരു പായ, അതിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. യെശയ്യാവ് ഇരമ്യാവൊക്കെ എഴുതിയത് എവിടെയാ? പാപ്പിറസിൽ. അപ്പോൾ അന്നൊരാൾക്ക് ആലയത്തിലൊന്ന് പോകണമെങ്കിൽ ബൈബിളും കൊണ്ട് പോകണമുള്ള അവസ്ഥ ആലോചിച്ച് സങ്കീർത്തനം 23-119 ഒക്കെ കിടക്കാണ് കിലോമീറ്റർ നീളത്തിന്. മനസ്സിലായോ? കേരളം വഴിയൊന്നും ആണ് അതുകൊണ്ട് പോക്ക് കിടക്കല്ല. യൂണിയൻകാർ കൂടെ കൂടും. ഞങ്ങൾ ചുമക്കാമെന്നും പറഞ്ഞു. വലിയ പ്രശ്നമാകും. ഒരു വീട്ടുകാരെല്ലാം നോക്കിയാലേ ബൈബിളും കൊണ്ട് വരാൻ പറ്റും. ഇങ്ങനെയാണ് സ്ഥിതി. പാപ്പിറസ് ചുരുൾ. യേശു പറഞ്ഞു, എന്നെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു. ഒരു വലിയ കാര്യം പറയാനാണ് അങ്ങോട്ട് വന്നത്. അന്ന് ഏറ്റവും സമ്പന്നർക്ക് മാത്രമേ ഈ പാപ്പിറസിൽ എഴുതാനൊക്കെ ഉള്ള സാധ്യത ഉള്ളൂ. അല്ലാത്തവർക്ക് എഴുത്തിനൊക്കെ വേറെ രീതിയുണ്ട്. മൃഗത്തിൻ്റെ തോലൊക്കെയാണ് എഴുതാൻ ഉപയോഗിക്കുന്നത്. ഒട്ടകത്തിൻ്റെ തുടയല്, ഈന്തപ്പനയുടെ മടൽ അന്ന് എഴുതുന്ന എഴുത്ത് രൂപങ്ങളാണ്. അപ്പോൾ പാർച്ച്മെൻറ്റ്സ്, പാപ്പിറസ്, വെല്ലം, ഇതൊക്കെ എഴുത്ത് സങ്കേതങ്ങൾ അന്നത്തെ ഒക്കെ രസകരമായ പഠനമാണ്. പോട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഇത്തരം കുറേ അനിവാര്യമായ കാര്യങ്ങൾ മതി. അപ്പോൾ അന്നൊരു കാര്യം എഴുതിയിട്ട് രാജാവ് ചക്രവർത്തി തൻ്റെ കീഴിലുള്ള ഗവർണർ ജനറൽമാർക്കും നാട്ടുരാജാക്കന്മാർക്കും കുറിപ്പെഴുതുക പതിവാണ്. അതെഴുതിയ ശേഷം ഒറ്റ കടലാസിലായിരിക്കും ഇതെല്ലാം എഴുതുന്നത്. എഴുതിയിട്ട് അഞ്ചലോട്ടക്കാരൻ്റെ കയ്യിൽ അത് കൊടുക്കും. അയാൾ ഇതും കൊണ്ട് സന്ദേശവാഹകനായി രാജാവിൻ്റെ അരിയിലേക്ക് കുതിരപ്പുറത്തോ എങ്ങനെയെങ്കിലും ഓടി വരും. അപ്പോൾ മേൽക്കടകത്തിൽ നിന്ന് താഴേക്കൊരു കത്ത് മാറ്റത്തിൻ്റെ ഓർഡർ കിട്ടുന്ന പോലെ ഇതും കൊണ്ട് ഓടി വരണം. വന്നിട്ട് ഈ കത്തിൽ ഇത്ര എഴുതുകയാണ്. ഇത് ഗവർണർ, ബിഥുന്യായിലെ ഗവർണർ വായിച്ചറിയേണ്ടതിന് ചക്രവർത്തി തിരുമനസിൻ്റെ ആഹ്വാനം. അദ്ദേഹത്തിനുള്ള കാര്യങ്ങളെല്ലാം എഴുതിയ ശേഷം ശുഭമായിരിക്കുന്നു എന്ന് കരുതട്ടെ എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഒപ്പ്. എന്നിട്ട് ഈ കാണുന്ന ചുരുളിൻ്റെ ഇവിടെ ഇങ്ങനെ പശ കൊടുത്തിട്ട് അത്രയും അങ്ങ് ചുരുക്കും. ബാക്കിയൊന്നും പുള്ളിക്കുള്ളതല്ല, താഴോട്ടുള്ളത്. പുള്ളിക്ക് അത്രയും വായിച്ച് കേൾപ്പിച്ചിട്ട്
അഞ്ചലോട്ടക്കാരൻ അവിടുന്ന് പോകും, അടുത്തത് പൊട്ടിക്കും. ഇങ്ങനെ കണ്ടല്ലോ, ഇവിടെ വേറൊരാൾക്ക് എഴുതിയിരിക്കുന്നാവും. അങ്ങനെ ആദ്യം എഴുതിയ ശേഷം ചുരുട്ടി തൂക്കുന്ന ആ പശയ്ക്കാണ് പറയുന്നത് ഒന്നാം മുദ്ര, രണ്ടാം മുദ്ര, മൂന്നാം മുദ്ര. ഇതാണ് അകത്തും പുറത്തും 7 മുദ്രകളോടുകൂടിയ മുദ്രയിട്ട ഒരു ഗ്രന്ഥച്ചുരുളും കൊണ്ട് ഒരാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ജീവികളുടെ നടുവിൽ നിന്നൊരു ചോദ്യം, ഈ പുസ്തകവും അതിൻ്റെ ചുരുളും ഭേദിക്കാൻ യോഗ്യനാരുള്ളൂ എന്നൊരു ചോദ്യം. നിരാശയാണ് മറുപടി. എന്താ മറുപടി? ആദ്യം, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും പുസ്തകം തുറക്കാനോ അതിൻ്റെ മുദ്ര ഭേദിപ്പാനോ കഴിഞ്ഞില്ല. അങ്ങനെ ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും. ഇതന്നെ ഒരു പുസ്തകം തുറക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? പഠിക്കണ്ടേ? ഒരു പുസ്തകം തുറന്നപ്പോൾ അതിനെന്താ ഇത്ര മടി? തുറന്ന് വായിച്ചാൽ 2 കാരണങ്ങളാണ്, ഒരുപോലെയുള്ള 2 കാരണങ്ങളാണ് അതിൻ്റെ കാരണം ഒന്നിലേക്ക് വരാം. മേലധികാരി താഴേക്കിടയിലേക്ക് എഴുതിയ കത്തിൽ ഒരുപക്ഷെ ഉള്ളത് പൊന്തിയോസ് പീലാത്തോസ്, ഇത് താങ്കൾക്കുള്ള കത്താണ്. താങ്കൾ നികുതി പിരിച്ചു ചക്രവർത്തിക്ക് തരുന്നതിലും ചക്രവർത്തിയെ ബഹുമാനിച്ചതിലും അലംഭാവം കാട്ടിയതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ നാളെ മുതൽ താങ്കൾ ഗവർണറല്ല. മനസ്സിലായോ? അതുകൊണ്ട് കണക്കുമൊക്കെ ഏൽപ്പിച്ച് പതുക്കെ ഇങ്ങോട്ട് പോരാ. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. നീ കണക്കൊക്കെ കൃത്യം തന്നു, നിൻ്റെ പക്കലേക്ക് 2 രാജ്യം കൂടെ നിൻ്റെ വിചാരണ കീഴിലേക്ക് തരികയാണ്, അതുകൂടി നോക്കിക്കോണം. അത് ഗുണമാകാം ദോഷമാകാം. ഇത് വരുമ്പോഴേ ഈ രാജാവിന് ഗവർണർക്കൊരു ഭയം, എന്താകും ഇതിലുള്ളത്? ഇത് നിമിത്തം പൊട്ടിക്കാനൊരു മടി. 2ാമത്തെ കാരണം വളരെ വളരെ രസാവഹമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ കർത്താവിൻ്റെ ദാസൻ ഒറ്റയ്ക്കാണോ വന്നേ? പുള്ളിക്കാരിയില്ലല്ലോ, ധൈര്യമായിട്ട് പറയാം. ഇദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇദ്ദേഹത്തിനുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളും സ്വത്തും എല്ലാം എഴുതി എൻ്റെ പേരിൽ തരണമെന്നൊരു തോന്നൽ വന്നു. നമുക്ക് കൂട്ടിക്കോ. അതാ പുള്ളിക്കാരി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഇദ്ദേഹത്തിനങ്ങ് തോന്നി, ഞങ്ങൾ രണ്ടും പഴയ നിയമകാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ അതത്ര എളുപ്പമല്ല തരുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്തുവിന് 2 ആധാരം കാണും. 2 ആധാരം. നമ്മുടെ നാട്ടിൽ ചില മിടുക്കന്മാർക്ക് 8ഉം 10ഉം ആധാരമുണ്ട്. അന്നേരമാണോ 2 ആധാരം എന്നല്ലേ? ഒരു വസ്തുവിന് 2 ആധാരം. ഒന്ന് അടയപ്പെട്ട ആധാരം, 2 തുറക്കപ്പെട്ട ആധാരം. ഇരമ്യ 32 8, 9, 10 പെട്ടെന്ന് വായിച്ചാട്ടെ. ഇരമ്യ 32 8, 9, 10. ആ 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 പിന്നെ മതി. ഇങ്ങനെ മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങളെ ഞാൻ വാങ്ങി. 2 ഉണ്ടെന്ന് മനസ്സിലായോ? ഇല്ല. മുദ്രയിട്ടതും തുറന്നിരുന്നതുമായ 2 ആധാരം. ഇതിനെ മുദ്രയിട്ട ആധാരം പറയാം. വീട്ടിൽ ഉദാഹരണമായി പോയതുകൊണ്ട് ബാക്കി പറയാം. മാതാപിതാക്കൾക്ക് 8-10 മക്കളുണ്ടെന്ന് കുട്ടിക്ക്. നമ്മളൊക്കെ പഴയ കാലത്ത് 8ഉം 10ഉം മക്കളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് 2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു അല്ലേ? പഴയ നിയമകാലത്ത് 10ഉം 15ഉം 17ഉം മക്കളൊക്കെ ഒരാൾക്ക്. മക്കളെ യഹോവ തരുന്ന ദാനം ഇഷ്ടംപോലെ മക്കളാണ്. അത് ചില മക്കൾ അപ്പൻ്റെ ശാപത്തിന് ഹേതുവാകും, ചിലർ അനുഗ്രഹത്തിന് ഹേതുവാകും. രൂപേൻ്റെ ഒക്കെ കഥ അറിയാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ശാപത്തിന് ഹേതുവായ മക്കൾക്ക് അത് സംബന്ധിച്ചു.
അനുഗ്രഹത്തിന് ഹേതുവായ മക്കൾക്ക് അത് സംബന്ധിച്ചും അപ്പൻ മരിക്കും മുമ്പേ ഒരു പ്രമാണം തയ്യാറാക്കും. ഈ പ്രമാണം തയ്യാറാക്കി മക്കളെ എല്ലാവരെയും ഒരുമിച്ചൊരു കാര്യം ബോധ്യപ്പെടുത്തും. ഇത് നിങ്ങൾക്കുള്ള പ്രമാണമാണ്, ഉടമ്പടി. അത് ചെമ്പ് തകിടിലോ മൃഗത്തിൻ്റെ തോലിലോ ഒക്കെ എഴുതി തയ്യാറാക്കി ചുരുട്ടി ഒരു മൺകുടത്തിൽ അടയ്ക്കും. അടച്ച് ഭദ്രമാക്കിയ ശേഷം വേദവചനത്തിലെ ചില പുസ്തകത്തിലെ ചില വാക്യങ്ങൾ കൂടി എഴുതി അതിൻ്റെ ഉറപ്പ് ഉണ്ടാക്കിയ ശേഷം അവരോട് പറയും, ഇത് നിങ്ങൾക്കുള്ളതാണ്, പക്ഷേ ഇപ്പോൾ പൊട്ടിക്കരുത്. എപ്പോഴാണ് എടുക്കേണ്ടത്? എൻ്റെ മരണശേഷം തുറക്കാം. അപ്പൻ മരിച്ചു, 8-10 മക്കൾ ഒന്നിച്ചു കൂടി ഈ അടയപ്പെട്ട ആധാരം തുറക്കാൻ പോവാണ്. മൺകുടത്തിലോ മുളന്തണ്ടിലോ മൃഗത്തിൻ്റെ തോലിലോ സഞ്ചിയിലോ അങ്ങനെ ഭദ്രമാക്കി വെച്ച ഈ ആധാരം പുറത്തെടുക്കേണ്ട സമയമാകുമ്പോൾ കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മക്കളെ നിർത്തിയിട്ട് ചോദിക്കും, സമൂഹത്തോട് ആദ്യം ചോദിക്കും, ആധാരം തുറക്കട്ടെ. വല്ലവരും ആധാരം തുറക്കുന്നതിന് നമുക്ക് വല്ല എതിരുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് കാലത്തെ കൊണ്ട് ഈ ഓഹരി കൊടുത്തു കഴിയുമ്പോൾ, സ്ത്രീധനമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരുത്തനാണെന്നുണ്ട് കൊടുത്തോട്ടെ അല്ലേ? വാങ്ങുന്നതിന് എന്ത് ചോദിക്കണം? വാങ്ങിക്കോട്ടെ. ഇപ്പോൾ ആണെങ്കിൽ പിള്ളേർ വേണ്ടെന്ന് പറയും. തമാശയുള്ള പിള്ളേരുണ്ട് അല്ലേ? എന്തെല്ലാം മുകിലായിരുന്നുകൊണ്ട് ഇതുപോലെ ചോദിക്കുക, പൊട്ടിക്കട്ടെ. അപ്പോൾ ജനം പറയാകട്ടെ. അപ്പോൾ ഈ മക്കളോട് പറയും, ഇത് വന്ന് പൊട്ടിക്കേ നിങ്ങളിലൊരാൾ. ഇത് പൊട്ടിക്കാൻ വേണ്ടി മൂത്ത ചേട്ടൻ മുമ്പോട്ട് കാലെടുത്ത് വെച്ചിട്ട് അനിയനോട് പറയും, നീ പൊക്കളാം. അനിയൻ കാലെടുത്ത് വെച്ചിട്ട് പുള്ളി തന്നെ പറയും, എനിക്ക് പറ്റില്ല. മറ്റേ പുള്ളിയോട് പറയാൻ പറയും. ഇവരാരെങ്കിലും ഇത് പൊട്ടിക്കാൻ സന്നദ്ധനായിട്ട് കാണില്ല. അവർക്കെല്ലാം ഇത് പൊളിക്കാൻ തുറക്കാൻ ഭയം. എന്തായിരിക്കും കാര്യം? അപ്പൻ്റെ അനുഗ്രഹമോ ശാപമോ എന്താണിതിൽ? അതിൻ്റെ രഹസ്യ സ്വഭാവ നിമിത്തം തുറക്കാൻ ഭയം. ആരും തുറക്കാനില്ലാതിരിക്കെ ഈ കാർമികൻ അത് വീണ്ടും ഒന്നുകൂടി ചുരുട്ടി ഒരു മുദ്ര വെച്ചിട്ട് പറയും, ഇത് എന്നേക്കും ഇനി അടഞ്ഞിരിക്കും. കേട്ടല്ലോ? ഇതിനൊരു പേര് പറയും, മെസൂസ. എങ്ങനെയാ? പിള്ളേർക്കൊന്നും പേരിടല്ലേ. ഇതിൻ്റെ പേരെങ്ങനെയാ? മെസൂസ. ഈ മെസൂസ പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ കിടക്കുന്നു ഗൃഹബിംബം. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഗൃഹബിംബം. ഇത് ഓഹരി അവകാശമൊക്കെയാണ്. ഇത് ആരാണ് സൂക്ഷിക്കുന്നത്? അവർക്ക് സാധാരണയുള്ളതിൻ്റെ ഇരട്ടി അവകാശം കൊടുക്കണം. മാത്രമല്ല, അന്ന് ഈ മക്കൾക്കിടയിൽ ഒരു ധാരണയുണ്ടാകും, ഉള്ള ഭൂമി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വീതിച്ചെടുക്കും, അടിയില്ലാന്ന് തിരിയും. അതുകൊണ്ട് മെസൂസയെ ആളുകൾക്ക് ഭയമാണ്. കേട്ടല്ലോ? അവർ തമ്മിലൊരു ധാരണയുണ്ടായി, ഉള്ള വസ്തു വീതിച്ചെടുത്ത് താൻ്റെ വഴിക്ക് പോകുമ്പോൾ ഇതൊരാൾ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്ന ആളിന് ഓഹരി കൂടുതലാണ്. ഇതാണ് നമ്മുടെ റാഹേൽ അടിച്ചു മാറ്റിയ സാധനം. അല്ല, ബിംബമൊന്നുമല്ല. മനസ്സിലായല്ലോ? തെളിവ്, ഇസ്രയേൽ മക്കൾ ബഹുകാലം ഏഭോദില്ലാതെയും ഗൃഹബിംബമില്ലാതെയും ഇരിക്കും. അപ്പോൾ ഗൃഹബിംബം ആവശ്യമായിരുന്നു. പൗരോഹിത്യത്തിലുള്ള ഏഭോദ് ഇത് ആവശ്യമായിരുന്നു. വീട്ടിലെ ഗൃഹബിംബം ഉണ്ടെന്ന് വെച്ചാൽ ഓഹരി ഉണ്ടെന്ന് അർത്ഥം. റാഹേലിൻ്റെ മനസ്സിലായോ? കേട്ടല്ലോ? അതിൽ പിന്നെ എനിക്ക് ഈ റാഹേൽ എന്ന് പേരുള്ള, റേച്ചൽ എന്ന് പേരുള്ള പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും പേടിയാണ്. മനസ്സിലായ കാര്യങ്ങളുടെ കിടപ്പ് ഞാനിതോടത്ത് പ്രസംഗിച്ചു. ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് ആകെ പുകിലായിപ്പോയി. പുള്ളിക്കാരി ഇതറിഞ്ഞു, എൻ്റെ വൈഫ്. കാരണം അവൾക്ക് റേച്ചൽ എന്ന് പേരുണ്ട്, ഞാനിത് അറിഞ്ഞില്ല. ഞാൻ സാലിന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അറിവ്. നിങ്ങളതെന്തോ ഓർത്താനാണ് പറഞ്ഞു. നീ എന്താന്ന് ചോദിച്ചു. എനിക്കങ്ങനെ ഒരു പേരുള്ള വിവരം നിങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തില്ല. ഒന്ന് ശാന്തമായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരിഭവ പ്രയാസമൊന്നുമില്ല. എൻ്റെ കാരണം നീ അങ്ങനെ ചെയ്യുന്നവളല്ല, അർഹതപ്പെട്ടതുപോലും കൊണ്ടല്ലല്ലോ നീ വന്നത്. ന്യായമായിട്ട് കിട്ടണ്ടോട്ടല്ലോ, അതുപോലും കൊണ്ടുവരാത്ത നിന്നെ ഞാൻ എന്തിനാ തെറ്റിദ്ധരിക്കുന്നു? നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണേ എനിക്കില്ല. ഞാൻ ശേഷ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാൽ അത് വേറൊരു വിഷയമായി. അത് പോട്ടെ. അതുകൊണ്ട് മറക്കരുത്, ഏഹോദല്ല, സോറി, നമ്മുടെ ഗൃഹബിംബം മെസൂസ. അപ്പം ഈ മെസൂസ തുറക്ക പാടാ. അപ്പം ഞാനും പാസ്റ്ററും തമ്മിലുള്ള വസ്തു ഇടപാട് തീർന്നില്ല. പാസ്റ്റർ ഇതെല്ലാം എഴുതിത്തരുന്നതിൻ്റെ ഭാഗമായി ഈ മെസൂസ കയ്യിൽ വെക്കണം.
ഒരു തുറന്ന ആധാരം വേറെ എഴുതണം. ആളെ വിളിച്ചു എഴുത്തുകാരൻ എഴുതണം, ഈ മെസൂസയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ഇരുവരും കരുതിപ്പോരുന്ന സകലവിധ വസ്തുക്കളുടെയും ഇന്നു മുതലുള്ള അവകാശി ഈ പാസ്റ്ററായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി തരണം. തന്നാൽ പോരാ, അദ്ദേഹം വില കൊടുത്ത് ഒരാട്ടുകൊറ്റനെയോ അതിന് നിർവാഹമില്ലെങ്കിൽ ഒരു കുറുമ്പ്രാവിനെയോ വില കൊടുത്ത് വാങ്ങണം. വാങ്ങിയ ശേഷം അതിനെ നെടുക പിളരേണം. നെടുക പിളർന്ന മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ ചോര വറ്റാത്ത ഉടലിലൂടെ എൻ്റെ കരം പിടിച്ച് മെസൂസയും തുറന്ന ആധാരവും കയ്യിലെന്തി എന്നെയും കൊണ്ട് നഗ്നപാതനായി നടന്ന് ഇപ്പുറത്ത് വരണം. എന്നിട്ട് പറയണം, യഹോവ നാമത്തിൽ എനിക്ക് ഇന്നുവരെ ലഭിച്ചതും ഞാൻ അനുഭവിച്ചതുമായ സകല നന്മയ്ക്കും ഇന്നു മുതൽ ഇദ്ദേഹമാകും അവകാശി എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കണം. എന്നിട്ടൊന്നുകൂടി ജനം കേൾക്കെ പറയണം, ഞാനീ പറയുന്ന വാക്കുകളുടെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്താ അതിന് പറയുക? കാലഹരണപ്പെടുന്ന സമയം. ഞങ്ങൾ ഇരുവരും ചേർന്ന് നടന്നു വന്നതും ഞാൻ വില കൊടുത്തു വാങ്ങിയതും എൻ്റെ കരം കൊണ്ട് മുറിച്ച് രണ്ടാക്കി മാറ്റിയതുമായ ഈ മൃഗം എന്നെങ്കിലും ഒരിക്കൽ ജീവൻ വന്ന് തിരിച്ച് ഒട്ടിപ്പിടിച്ച് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ, പ്രാവ് വീണ്ടും പറന്നു പോകുന്ന ഒരു കാലമുണ്ടെങ്കിൽ, അന്ന് വരെ ഈ പറഞ്ഞതാണ്. വാക്കിൻ്റെ ശക്തി മനസ്സിലായോ? അബ്രഹാം കുറുമ്പ്രാവിനെ പിളർന്നില്ലെന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായോ? സ്പീഡ് കാരണം പുള്ളി ഇതൊന്നും ഓർത്തില്ല. ഉണർവിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പുള്ളി ഉറങ്ങിപ്പോയി. ഇത് പിളരാനൊന്നും പറ്റിയില്ല, അപ്പുറം കിടക്കണം. മനസ്സിലായ സ്ഥിതി ഇതായി കയ്യിലിരിക്കുന്ന ഗ്രന്ഥച്ചുരുളിനുള്ളിൽ എന്തുണ്ടെന്ന് പറയാൻ വയ്യ. ഇത് മനുഷ്യരാശിയുടെ മുഴുവൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളാകയാൽ ഈ ഗ്രന്ഥച്ചുരുൾ കൈപ്പറ്റി ഒന്ന് തുറക്കാൻ, അത് ഭേദിക്കാൻ യോഗ്യനായി ആരെയും കണ്ടില്ല. കാണാതിൻ്റെ കാരണം എന്താ? ഒരുവനും ഇത് തുറക്കാൻ യോഗ്യനല്ല. മനുഷ്യരാശി ആരും ഇത് തുറക്കാൻ യോഗ്യനല്ലാതെ പകച്ച് വിഷണ്ണരായി മാറുമ്പോൾ യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. കരഞ്ഞപ്പോൾ മൂപ്പന്മാരിലൊരുവൻ അടുത്തു വന്നു. അങ്ങനല്ലേ കാണുന്നേ? ഒരാൾ പറഞ്ഞ് കരയണ്ട. അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മൂപ്പൻ ചർച്ചക്കോടിലെ മൂപ്പനല്ല, IPCയിലെ മൂപ്പനും ബ്രദറിലെ മൂപ്പനും അല്ല, കല്യാണം കഴിക്കാത്ത PPMലെ മൂപ്പനും അല്ല. അതെങ്ങനെയാണ് മനസ്സിലായത്? വളരെ എളുപ്പം. ഈ മൂപ്പൻ എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവരാരും അല്ലെന്ന്. ആശ്വസിപ്പിക്കുന്നൊരു മൂപ്പനെ കണ്ടു, കരയണ്ട. എന്നിട്ട് മൂപ്പൻ പറയാ, യഹൂദഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മുദ്ര ഭേദിക്കാൻ, ഈ മെസൂസ തകർക്കാൻ, അതിൻ്റെ ഉള്ളടക്കം വായിക്കാൻ, സകല ശാപങ്ങളെയും നേരിടാൻ, സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകാൻ ശേഷിയുള്ള ഒരുവനെ ഉലകം കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഒരു കുറുമ്പ്രാവിനെ പിളർന്ന് ഒരു ഉടമ്പടി സ്ഥിരീകരിക്കാൻ ഉലകം തയ്യാറെടുക്കുമ്പോൾ സ്വന്തം ശരീരം പിളർന്ന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ച യാഗവസ്തുവും യാഗമൃഗവും യാഗകർത്താവും അവൻ തന്നെയാകയാൽ അവനെ ചൂണ്ടിക്കാട്ടി മൂപ്പൻ വിളിച്ചു പറയാ, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ജയം പ്രാപിച്ച ദൈവത്തിന്റെ കുഞ്ഞാട് തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കായി ഒരുക്കിയ നിത്യരക്ഷയാണ് നമ്മെ ഇവിടെ കുട്ടിവരുത്തിയിരിക്കുന്നതെങ്കിൽ നാം അവൻ മുഖാന്തരം ജയം പ്രാപിച്ചിരിക്കുന്നു. യേശു നമുക്ക് ജയം നൽകി അവൻ്റെ ഉടൽ പിളർന്ന് നമുക്ക് വേണ്ടി തന്ന നിത്യരക്ഷയുടെ വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളിയവൻ, ആ വഴിയിലൂടെ നാമും ഇപ്പുറത്ത് വന്നു. ഇപ്പോൾ മനസ്സിലായോ? കർത്താവ് ജയിച്ചപ്പോൾ ആ ജയം നമുക്കൂടെ അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? അത് തോറ്റ ഏതൊരാൾക്കും ജയിക്കാനുള്ളൊരു വഴിയായത്. എന്താ വഴി? ഇലക്ഷൻ കഴിഞ്ഞ് ഇതിലിങ്ങനെ സ്ഥാനാർത്ഥിയും കൊണ്ട് പോവുക. സ്ഥാനാർത്ഥിയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ പാർട്ടി അങ്ങ് തോറ്റു. അപ്പോൾ എതിരാളി അയൽക്കാരൻ അവൻ്റെ പാർട്ടി ജയിച്ചു. നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് അവനൊരു 5-6 വിളി.
ആൾക്കിട്ടാ മുദ്രാവാക്യം എല്ലാം വിളിച്ചേ നോക്കിട്ട് നമ്മളെ ചെയ്യേണ്ടി ചോദിക്കുക എന്തുവാടാ ഈ ബഹളം അറിഞ്ഞില്ലേ? പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു, ഞാൻ ജയിച്ചെന്ന്, ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ ജയിച്ചെന്ന് പറയാൻ നീ മത്സരിച്ചോ? പറഞ്ഞു അതില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ജയിച്ചേ? അതിൻ്റെ കാരണം എന്താ? ഞാൻ പോസ്റ്റർ ഒട്ടിച്ചവൻ, ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തിയവൻ, ഞാൻ വോട്ട് പിടിച്ചവൻ ജയിച്ചെങ്കിൽ ഞങ്ങളല്ലേ ജയിച്ചേ? അല്ലേ? സ്ഥാനാർത്ഥി എന്നിട്ട് എന്താ പറയുന്നത്? നമ്മൾ ജയിച്ചെന്ന്. അയാൾ പറയാം ഞാൻ ജയിച്ചെന്നല്ല പറയുന്നത്, ഇത് ജനങ്ങളുടെ ജയമാണ്, ഇത് നമ്മുടെ ജയമാണ്. ജയം പങ്കുവയ്ക്കാൻ കൊള്ളാവുന്ന, അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ആ നിമിഷം തന്നെ ഈ മുദ്രാവാക്യത്തിൻ്റെ കൂടെ നമ്മളൊന്ന് കൂടിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഒരു നാണക്കേടും പിന്നില്ല. എന്നാ നാണക്കേട്? നമ്മൾ തോറ്റു പോയതാ, പക്ഷേ ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്താ? ഈ പ്രകടനത്തിൻ്റെ കൂടെ അങ്ങ് കൂടിക്കോ, ആരും പറഞ്ഞു വിടുകയല്ല. അങ്ങനെ കൃപയാൽ നമ്മൾ ജയിച്ചവൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ഈ പ്രകടനത്തിൻ്റെ ഇങ്ങേത്തലയ്ക്ക് നിൽക്കുന്ന നമ്മളെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു ധൈര്യത്തോട് ഇങ്ങോട്ട് വരാൻ. നീ വോട്ട് ചെയ്തില്ലെന്നൊക്കെ അറിയാം, നീ ആൾ ശരിയല്ലെന്നറിയാം, പക്ഷെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ. യോഗ്യത നോക്കി കൂട്ടിയതല്ല, പിന്നെന്താ? അയോഗ്യനെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് എന്നെ കൂടെ കൂട്ടി ജയിച്ചവന് കിട്ടിയ എല്ലാ പരിഗണനയും അവൻ തന്നപ്പോൾ അതിൻ്റെ പേരാണ് കൃപ. ഹല്ലേലൂയ. യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യനാക്കി മാറ്റി അവൻ ജയമെടുത്ത് തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കായി ഒരുക്കി തന്ന രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടായപ്പോൾ കുഞ്ഞാട് ജയം പ്രാപിച്ചു. ആ ജയം നമുക്കും കിട്ടി. ഓക്കെ, അതാണ് 5-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം. 1-ാം അധ്യായം ഓർക്കുന്നുണ്ടല്ലോ? എന്തെന്നാ 2, 3, 7 മെസ്സേജ് സഭകൾക്കുള്ളത്. 4 തുറക്കപ്പെട്ട സ്വർഗം, 5 അകത്തും പുറത്തും മുദ്രയിടപ്പെട്ട 7 മുദ്രകളോടിയ പുസ്തകം. ഇനിയുള്ളത് മുതൽ പ്രോബറ്റിക് സ്റ്റഡിയിലേക്ക് കിടക്കാം. 6-ാം അധ്യായത്തിൽ 6 മുദ്രകളുടെ ഭേദനമാണ്. 6 മുദ്രകൾ പൊട്ടുന്നു. 1-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒരു വെള്ളക്കുതിര, 2-ാം മുദ്ര ഭേദിക്കുമ്പോൾ ഒരു ചുവന്ന കുതിര, 3-ാം മുദ്ര ഭേദിക്കുമ്പോൾ കറുത്ത കുതിര, 4-ാം മുദ്ര ഭേദിക്കുമ്പോൾ മഞ്ഞക്കുതിര, 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. 6-ാം മുദ്ര ഭേദിക്കുമ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു, അത്തിക്കായ് പെരുങ്കാറ്റുകൊണ്ട് അത്തിവിഷ്ടം കുലുങ്ങിയിട്ട് കായികനികൾ വീഴുമ്പോൾ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു, എല്ലാ കുന്നും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. 6-ാം മുദ്ര വരെ നമ്മൾ കണ്ടു. 7-ാം അധ്യായത്തിലേക്ക് വരാൻ പോവാണ്. എന്നാൽ 6-ലേക്ക് നമ്മൾ വരും. 7-ാം അധ്യായത്തിൽ മുദ്രയൊന്നും പൊട്ടുന്നില്ല. പിന്നെന്താ ഉള്ളത്? അതെന്തുവാ 7-ാം മുദ്ര? എന്താ? 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുക, അങ്ങനല്ലേ? അത് പിന്നെ എളുപ്പമാണ് പഠിക്കാൻ. ബൈബിളിനകത്തുള്ളതിൽ ഏറ്റവും എളുപ്പമായ കാര്യമാണ്. അതങ്ങ് പറഞ്ഞേക്കെന്നാ അത് എന്ന് പറയുന്നത്. ആ മുദ്രയിട്ട് ആരാന്നറിയോ? വിവാഹം കഴിക്കാതെ വിറ്റും വിട്ടും ഇറങ്ങി വയ്യോളം കൈ ഒരു ഉടുപ്പ് കിട്ടും നമ്മുടെ സുവിശേഷമല്ല ചെയ്യാൻ ഇറങ്ങി തിരിച്ച TPMലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ്. ആര്? 144,000. ഇപ്പം മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ല, അവർ പറഞ്ഞ. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞ എളുപ്പമാണ്. നീ പുസ്തകത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം ഏതാ? 7-ാം അധ്യായം. അതാരാണ്? കല്യാണം കഴിക്കാതെ ഇതുപോലെ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയ അച്ചാച്ചന്മാരും അമ്മച്ചിമാരുമാണ്. ആര്? 144. അത് പോട്ടെ. 8-ാം അധ്യായത്തിലാണ് 7-ാം മുദ്ര ഭേദിക്കുന്നത്. അത് പിന്നെ പറയാം. തൽക്കാലം ഈ 6-ാം മുദ്ര പറഞ്ഞാൽ നമ്മുടെ അന്ത്യകാല സംഭവത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് എത്തും. അങ്ങോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് കറൻ്റായുള്ള അഫയേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത് മുതലുള്ളത് പ്രോഫസി തന്നെ ഫുൾഫിൽഡ് ആകുന്ന രംഗങ്ങളാണ്. 1-ാം മുദ്ര ഭേദിക്കുന്നു. അപ്പോൾ ആരെയാ കണ്ട? വായിച്ചു. 6-ൻ്റെ 1. അത് ചുമ്മാ ഒരു നൈസായിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. വന്നേന്ന് വിളിച്ചാൽ പോരെ? അതിന് പോലെ എങ്ങനെയാ പറഞ്ഞേ? ഇടിമുഴക്കം പോലെ 4 ജീവികളിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു വരിക. വെളിപ്പാട് പുസ്തകത്തിലെ ആ ശബ്ദത്തിന് പോലുമുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയണ ഇടിമുഴക്കം വന്നു.
ഇടിമുഴക്കം പോലെ വിളിച്ചു പറയാൻ ജീവികളിൽ ഒരു ജീവി തയ്യാറായി. പിന്നെ രണ്ടാം ജീവി മൂന്നാം ജീവി എന്ന് പറയുന്നതുകൊണ്ട് ആദ്യം വിളിച്ച് ഏതായിരിക്കണം? ഒന്നാം ജീവി. വ്യാഖ്യാതാക്കൾ ഈ ജീവിയുടെ വിളിയും ഇടിമുഴക്കത്തിൻ്റെ ശബ്ദവും പരിശോധിക്കാതെ പോകുന്നു. അതൊരു വലിയ നിരാശ നിറഞ്ഞ കാര്യം. അവർ ഈ വരുന്ന കുതിരയെക്കുറിച്ച് മാത്രം പറഞ്ഞു പോവുകയാണ്. പോരാ, പരമ്പരാഗതമായൊരു സങ്കല്പം അനുസരിച്ച് ഈ കാണുന്നത് എതിർക്രിസ്തുവിൻ്റെ രംഗപ്രവേശമാണ്. ചിലർ പറയുന്നത് എതിർക്രിസ്തു അല്ല, ഇത് കർത്താവ് തന്നെയാണ്. വ്യാഖ്യാനം രണ്ട് എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. കർത്താവാണെന്ന് പറയുന്നവർ ഇതിന് അനുകൂലമായിട്ടും പറയും, എതിർക്രിസ്തുവാണെന്ന് പറയുന്നവർ എതിരെയും പറയും. അങ്ങനെയല്ല പറ്റുള്ളൂ. കേൾക്കുന്നവൻ്റെ കാര്യം ആകെപ്പാടെ ഒരു തീരുമാനം എടുക്കാനാവാതെ ആകെ വിഷമിക്കും. പക്ഷെ ഭൂരിപക്ഷമായി കിട്ടിയ ഒരു സപ്പോർട്ട് ഇത് എതിർക്രിസ്തു എന്ന് പറയുന്നതിനാണ്. എതിർക്രിസ്തുവാണ് ഈ വിരിക്കുന്ന വെള്ളക്കുതിര. അവൻ്റെ 3.5 കൊല്ലത്തെ ഭരണം സുസ്ഥിരത നിറഞ്ഞ തരക്കേടില്ലാത്ത ഒരു ഭരണമാണ്. അതുകൊണ്ടാണ് വെള്ള സംതൃപ്തിയുടെ, സമാധാനത്തിൻ്റെ, മാന്യമായ ഒരു ഭരണകൂടത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ പെട്ടെന്ന് നോക്കി നിൽക്കെ അവൻ്റെ രീതി മാറി ചുവന്ന കുതിരയാവും. യുദ്ധം ആരംഭിക്കും, കലഹവും കലാപവും ആരംഭിക്കും. കലാപങ്ങൾക്കൊടുവിൽ ക്ഷാമമുണ്ടാകും. അങ്ങനെ കുതിര കറുക്കും. മൂന്നാം കുതിര കറുത്തത്. ഒടുവിൽ കുതിര വീണ്ടും മറ്റൊരു നിറം പ്രാപിക്കും. അപ്പോൾ മഞ്ഞക്കുതിരയാകും, മരണമാകും. ഇതാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും ശക്തമായ പഠനം. പക്ഷെ ഞാനതിനോട് വിയോജിക്കുന്നു. വിയോജിക്കാനുള്ള കാരണങ്ങൾ ആദ്യം പറയാം. ഈ ഭാഗം പരതിയാൽ ഒന്ന് മനസ്സിലാവും. ഈ കുതിരയെ വിളിക്കുന്ന 4 ജീവികളാണ്. വ്യാഖ്യാതാക്കളാരും ഈ ജീവികൾ എന്തിനു വിളിക്കുന്നു എന്നത് ശ്രദ്ധിക്കുന്നില്ല. ഇടിമുഴക്കം പോലെ പറയുന്ന ജീവികൾ പ്രസക്തമായ ഒരു വ്യാഖ്യാനം തന്നെ അവിടെ അന്വർത്ഥമാക്കുന്നുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ കാരണം, ഒരു കുതിരയ്ക്ക് നിറം മാറുന്നതായിട്ടല്ല സൂചന. ഓരോ കുതിരയുടെ ഊഴം കഴിയുമ്പോൾ അടുത്ത വാക്യം എഴുതുക, മറ്റൊരു കുതിര പുറപ്പെട്ടു. ആർട്ടിക്കിൾ മാറുകയാണ്. ആർട്ടിക്കിൾ മാറും. അനദർ ഹോസാണ്. മറ്റൊരു കുതിര പുറപ്പെട്ടു. സെയിം കുതിരയ്ക്കല്ല. കുതിരയ്ക്ക് മാറ്റമുണ്ട്. വിളിക്കുന്ന ജീവി രണ്ടാം ജീവി, മൂന്നാം ജീവി, നാലാം ജീവി. 4 ജീവികളെ മനസ്സിലായോ? ഓർക്കുന്നോ നമ്മുടെ മാസയോ? 4 ജീവികളൊക്കെയാ: സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം. ആ ക്രമത്തിന് പറയണം. ഒന്നാം ജീവി സിംഹമുഖം, രണ്ടാം ജീവി കാളമുഖം, മൂന്നാം ജീവി മനുഷ്യമുഖം, നാലാം ജീവി കഴുകവ. അങ്ങനെ പറയണം. അപ്പോൾ സിംഹമുഖമുള്ള ജീവി വന്നിട്ട് പറഞ്ഞു, വരിക. വന്നതൊരു വെള്ളക്കുതിര. കാളമുഖമുള്ള ജീവി വിളിച്ചു, വരിക. വന്നത് ഒരു ചുവന്ന കുതിര. മനുഷ്യമുഖമുള്ള കുതിര വിളിച്ചു, വന്നതൊരു കറുത്ത കുതിര. അടുത്തത് കഴുകൻ വിളിച്ചു, വന്നത് മഞ്ഞ. ഈ മഞ്ഞ എന്നത് ഇത്ര ശരിയല്ല. ഇംഗ്ലീഷ് ബൈബിളുണ്ടെന്ന് വായിച്ചാൽ മഞ്ഞയാണോ എന്നറിയാം. പെല്ലി ഗ്രീനാണ്. വിളറിയ പച്ച കുതിര. അങ്ങനെയാണോ? KJV വായിക്കണേ. എന്താ NIV വായിച്ചാലുള്ള കുഴപ്പമെന്നായിരിക്കും അല്ലേ? NIV എക്യൂമെനിക്കലാണ്. NIV വാണ്ടഡ് ടു കോംപ്രമൈസ് വിത്ത് എവരി ചർച്ച്. അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ വെർഷനാണ്. അതുകൊണ്ട് ഒത്തിരി വിട്ടുവീഴ്ചയ്ക്ക് അവർ പോയി വ്യാഖ്യാനത്തിൽ. KJV റിജിഡാണ്. മൂലഭാഷയുടെ നീതി പുലർത്തിയത് KJV ആണ്. വാസ്തവത്തിൽ മൂലഭാഷയുടെ നീതി പുലർത്തിയത് മലയാളമാണ്. അതാ സത്യം. എന്താ കാര്യം? മാത്യു അല്ല ശരി, മത്തായി ആണ് ശരി എബ്രായ ഭാഷയിൽ. ലൂക്കല്ല ശരി, ലൂക്കോസാണ്. ഏതാ? ഗ്രീൻ ഉണ്ടോ? മോൾഡോവികളേതാ? NIV. അതിലെങ്ങനാ ഗ്രീനുണ്ട്? ഇല്ല. അതാ NIVയുടെ ഗുണം. അപ്പോൾ RSVയോ KJVയോ ഒക്കെയാണ് കമ്പാരിറ്റീവ്ലി ട്രാൻസ്ലേഷനിൽ നല്ലത്. ഓക്കെ, ശരി. ലെറ്റ്സ് കം ബാക്ക്. നമുക്ക് എന്താ പറഞ്ഞു വെച്ചേ? മഞ്ഞക്കുതിരയല്ല, വിളറിയ പച്ചക്കുതിര.
അതല്ലേ? അപ്പോൾ കുഴപ്പമില്ല. വിളറിയ പച്ചയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, മഞ്ഞയാണ്, കുഴപ്പമില്ല അല്ലേ? അത് കുഴപ്പമില്ല. അപ്പം വിളറിയ പച്ചക്കുതിര വിളറിപ്പോയി. അപ്പോൾ പച്ച വിളറി മഞ്ഞയായതാണ്, ഒറിജിനലി മഞ്ഞല്ല. അതെ അതെ. അപ്പോൾ വിളറിയ പച്ചക്കുതിര നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോകാം. ആദ്യം നമ്മൾ കണ്ടത് ഈ ക്രമമെന്നോർത്തേ, സിംഹം വിളിച്ചപ്പോൾ വെള്ളക്കുതിര, കാള വിളിച്ചപ്പോൾ ചുവന്ന കുതിര, മനുഷ്യൻ വിളിച്ചപ്പോൾ മറ്റേ കഴിയൻ വിളിച്ചപ്പോൾ വിളറിയ പച്ചക്കുതിര അല്ലേ മഞ്ഞക്കുതിര. ആ ക്രമം മറക്കല്ലേ. സ്വർഗീയ ജീവികളാണ് ഈ 4 ജീവികൾ. അപ്പോൾ 6:1 മുതൽ ഒന്നുകൂടെ വായിച്ചോളൂ. ആ കേട്ടു. ആ ആ ആ ആ ഇതൊരാൾ പറഞ്ഞു കേട്ടു. വെള്ളക്കുതിരയെ കണ്ടു, അത് കോൺഗ്രസ്, അതിന്മീതെ ഒരുത്തനിരിക്കുന്നു, അത് കേരള കോൺഗ്രസ് ഒന്ന്. എന്തോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ പോയല്ലേ? അപ്പോൾ അതൊക്കെ വിട്. ഈ വെള്ള സമാധാനത്തിൻ്റെ പ്രതീകമാണ്. പക്ഷെ വെള്ളക്കുതിരയുടെ പുറത്തൊരാൾ ഇരിപ്പുണ്ട്. ആരാ? ഒരുത്തനിരിക്കുന്നു, അവൻ്റെ കയ്യിലൊരു വില്ലൊരു യുദ്ധായുധമാണ്. അത് യുദ്ധം ചെയ്യുന്നവൻ തന്നെയാണ്. കാരണം താഴെ കിടക്കുന്ന അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ജയം അവൻ്റെ ശീലവാ, ജയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കയ്യിൽ വില്ല് വെച്ചേക്കുന്നത് എന്തിനാ? യുദ്ധം. സമാധാനമാണ് പറയുന്നത്, പക്ഷെ കയ്യിലിരിക്കുന്നത് എന്താ? വില്ല്. ഞാനിതോടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, ശ്രദ്ധിച്ചവിടെ വായിക്കാത്തതുകൊണ്ടാണ്, അവൻ്റെ കയ്യിൽ വില്ലേ ഉള്ളൂ, അമ്പില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അമ്പുണ്ടെന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വില്ലും കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കില്ലേ? വാൾ കൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ പരിചയം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം അല്ലേ? അല്ലെങ്കിൽ അവൻ അനുഭവിച്ചോളും, പരിചയമില്ലാതെ ആളും കൊണ്ട് ചെന്നാൽ അല്ലേ? പുള്ളി സമ്മതിക്കില്ല. ചോദിച്ചു ബൈബിളിലുള്ള പോലെ പറയണം, അവിടെ വില്ലില്ല, അമ്പില്ല. ഞാൻ കൊടുത്തൊരു മറുപടി, യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറുമായിരുന്നു വേഷം. പാൻ്റ് ഇട്ടതായിട്ട് ബാക്കിയുണ്ടോ? ഇത് ചോദിക്കേ, ബാക്കി എഴുതിയിട്ടുണ്ടോ? പിന്നീട് അവളോട് അഹങ്കാരം പറയാനല്ല തന്നോട് പറഞ്ഞതെന്ന്. പിന്നെ എന്നാ പറയുന്നത്, ഞാൻ അത് വിട്ടു, വേറൊരെണ്ണം പറയാം. അഹങ്കാരമില്ല, അത് അഹങ്കാരമില്ലാത്തൊരു കാര്യം പറയാം. പത്രോസ് സംസാരിപ്പാൻ വായ തുറന്നു, അടച്ചതായിട്ടൊരു വാക്യമില്ല. ഇരിക്കുകയാണോ പത്രോസ്? പുള്ളി പറഞ്ഞു, ഇയാളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. എന്തോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വന്നാൽ? ഒരു കാര്യം എഴുതിയാൽ അങ്ങനെയാണോ അതിൻ്റെ പൊരുൾ കണ്ടുപിടിക്കുന്നത്? അവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അതിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണോ? യുദ്ധം ചെയ്യാനാ വില്ല്. അവൻ ജയിക്കുന്നവൻ. അപ്പോൾ എവിടെ ജയിക്കണമെങ്കിൽ ഒരു മത്സരമില്ലേ? ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അതാ കണ്ടത്. വളരെ പ്രസക്തമായ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രിയരേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇഹലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അഥവാ ജനിക്കുന്നതിന് മുമ്പ്, യേശുവിനും അവിടുത്തെ സുവിശേഷത്തിനും വരാൻ കഴിയും വിധം പ്രബലമായ ഒരന്തരീക്ഷം ഈ ഭൂമിയിൽ സംജാതമായി. ഒറ്റവകിൽ പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങൾ ചേർന്ന് യേശുവിന് വഴിയൊരുക്കി. നമ്മൾ പറഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ബാബിലോൺ, മീഡോപെർഷ്യ, ഗ്രീസ്, റോം. ഇവ റെഡിയാക്കിയ വിളനിലത്തിലേക്കാണ് യേശു പ്രവർത്തിക്കാൻ വരുന്നത്, അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചത്. ഓക്കെ, ഇന്നും സൂക്ഷ്മതയോടെ നോക്കിയാൽ യേശുവിൻ്റെ 2ാം വരവിന് സംജാതമാകും വിധം ലോകം പാകമായി കിടക്കുന്ന കാഴ്ച കാണാം. അടുത്ത നിമിഷത്തിൽ യേശുവിന് വരാം. ആ വിധത്തിൽ ലോകം പാകമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലോ? 4 ലോകശക്തികൾ ലോകത്തെ ഇളക്കി മറിച്ച് നമ്മുടെ മുമ്പിൽ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ് ഇന്ന്. ഈ പുതുയുഗത്തിലെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രബലമായ ശക്തി, ജനാധിപത്യ കാലത്തെ ഏറ്റവും പ്രബലമായ ശക്തി വൈറ്റ്സിൻ്റെ പവറാണ്.
വെള്ളക്കാരൻ്റെ പവറാണ്. വൈറ്റിൻ്റെ കയ്യിലാണ് ലോകാധിപത്യം. ഒറ്റ വാക്കി പറഞ്ഞാൽ പാശ്ചാത്യരാണ് ലോകത്തിൻ്റെ ആധിപത്യം കൈയാളിയിട്ടുള്ളത്. അങ്ങനെയല്ലേ? എന്നാ കുറ്റം പറഞ്ഞാലും അവൻ്റെ ഇല്ല ലോകത്തിൻ്റെ ആധിപത്യം. ആയുധശക്തിയും സാമ്പത്തിക ശക്തിയുമൊക്കെ ആരുടെ കയ്യിലാണ്? വൈറ്റ്സിൻ്റെ കയ്യിലാണ്. ഈ വൈറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ ആ ജനിതക രഹസ്യം തേടിച്ചെന്നാൽ അവരെ മനസ്സിലാകുന്നു ബ്രിട്ടനാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ശക്തി. അപ്പോൾ ചോദിക്കുന്നു, ബ്രിട്ടൻ അധപ്പതിച്ചു. ശരിയാണ്, ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക എന്നറിയാമല്ലോ വംശീയമായിട്ട്. എന്താ കാര്യം? ബ്രിട്ടനിൽ നിന്ന് സമാധാനം കിട്ടാതെ ആട്ടിപ്പായിച്ച പിൽഗ്രിം ഫാദേഴ്സ് മൈഗ്രേറ്റ് ചെയ്താണ് അമേരിക്ക. അങ്ങനല്ലേ? പ്യൂരിറ്റൻസിൻ്റെ അതാണ്. ഈ ബ്രിട്ടനിൽ ഒത്തിരി തല്ലിപ്പൊളിയായ ആളുകളുണ്ടായിരുന്നു. ഗുണ്ടകളും ആക്രമണകാരികളുമായ മോശപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നു. അവരെ കൊണ്ട് ആർക്കും ശല്യമില്ലാതെ തട്ടിയ ഏകാന്ത ദ്വീപാണ് ഓസ്ട്രേലിയ. അതിനാ മക്കളെ വിക്കറ്റ് വീഴുമ്പോൾ അവന് തെറി പറയുന്നു. മനസ്സിലായില്ലേ? കാരണം എന്താ? തല്ലിപ്പൊളികളെല്ലാം കൂടെ തട്ടി എവിടാ? ഓസ്ട്രേലിയ. അങ്ങനെ സ്പെയിനും ഒക്കെ പഠിച്ചാൽ ഇങ്ങനെ ചരിത്രം ഒറ്റയാക്കി പറഞ്ഞാൽ വൈറ്റ്സ് അതിൻ്റെ വേര് ബ്രിട്ടനാണ്. ഓക്കെ, ബ്രിട്ടൻ വൈറ്റ്സിൻ്റെ പവർ. ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ സായിപ്പ് അമേരിക്ക ലോകത്തോട് മുഴുവൻ പറഞ്ഞ എന്താണ്? സമാധാനം. വന്നതെല്ലാം വെള്ളക്കുതിരയുടെ പുറത്താണ്. പക്ഷെ ചെയ്തതെല്ലാം യുദ്ധം. അഫ്ഗാനെ ഉഴുതുമുറിച്ചു, വിയറ്റ്നാമിനെ ചാമ്പലാക്കി, ഇറാഖിനെ കാൽക്കീഴാക്കി, ലോകാധിപത്യം പിടിച്ചെടുത്തു. ഇനി അത്ഭുതകരമായൊരു കാഴ്ച. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ദേശീയ ചിഹ്നം എന്താ അറിയോ? അല്ല. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നം അല്ല, അമേരിക്കയുടെയാണ്. സിംഹമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചിഹ്നം സിംഹമാണ്. ഇവിടെ നിന്നൊരു സിംഹം വിളിക്കുക, വരിക. അത് സ്വർഗീയ ജീവി. അതിൻ്റെ വ്യാഖ്യാനം ഞാൻ പിന്നെ പറയാം. കേവലം ഒരു സിംഹമല്ല. അതവിടെ നിൽക്കട്ടെ. പാശ്ചാത്യ ശക്തികൾ പുതുയുഗത്തിൽ ലോകത്തിൻ്റെ 3/4 വിഴുങ്ങി അവരുടെ പക്കൽ വെച്ചു, ഇന്ത്യ വരെ തൊട്ടടുത്ത്. ഈ ശക്തി ഇങ്ങനെ ഉലകത്തെ വിറപ്പിച്ചു ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടപ്പോൾ അവനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു 2ാം ശക്തി ലോകത്തുടലെടുത്തു. 1ാം ശക്തി വെളുപ്പായിരുന്നു. സായിപ്പിൻ്റെ വീക്ഷണവും അവൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം സമാധാനമാണ് പറഞ്ഞെങ്കിലും യുദ്ധം ചെയ്തു. വെളുപ്പാണ് അവൻ്റെ നിറം. അവൻ്റെ ചിഹ്നം സിംഹമാണ്. അവൻ്റെ ആധിപത്യം മുഴു ലോകത്തിലുമുണ്ടായി. അവനെ അമ്പരപ്പിച്ചുകൊണ്ടൊരു 2ാം ശക്തി ലോകത്തുടലെടുത്തു. ആ ശക്തിയെ വിളിച്ചതൊരു കാളയാണ്. കാളമുഖമുള്ള ഈ ജീവി വിളിച്ചു, വരിക. വന്നതാരാന്നറിയണ്ടേ? ഒരു ചുവന്ന കുതിര. കാള എന്തിൻ്റെ പ്രതീകമാണ്? കാളക്ക് ഉള്ള പണി എന്താ? കാളയ്ക്കുള്ള ജോലി ചിലരിപ്പോണ്ട് കാള കളക്ടറാണെന്ന് തോന്നില്ല. കാളയുടെ ജോലി എന്താ? മുഖം ചുമക്കുക, തല്ലുകൊള്ളുക, നിലമുഴുക, ഭാരം വഹിക്കുക, വണ്ടി വലിക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാള തൊഴിലാളിയാണ്, പണിയെടുക്കുന്ന ആളാണ്, ചുമലി മുഖം വെക്കുന്ന ആളാണ്. കാള ഒരു വിളി വിളിച്ചപ്പോൾ വന്ന കുതിരയുടെ നിറം കണ്ടോ? ചുവപ്പ്. എന്താ മനസ്സിലായി? കാളയുടെ വിളിയാണ് നമ്മൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേട്ടത്. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ. ഒറ്റ വരവ്. 2ാം ലോകത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കണ്ടത്. 1ാം ലോകം വെളുപ്പായിരുന്നെങ്കിൽ 2ാം ലോകം ചുവപ്പ്. മംഗോളിയൻ്റെ ആ മുടിയുടെ നിറം വരെ ചുവപ്പാണ്. റഷ്യയും ചൈനയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മുഴുവൻ ചുവപ്പാണ്. അവൻ്റെ മുടി ചുവപ്പ്, നിറം ചുവപ്പ്, കൊടിയുടെ നിറം ചുവപ്പ്. അവൻ എന്തിനു വന്ന? മനുഷ്യൻ അന്യോന്യം സമാധാനമെടുത്ത് കളയാൻ. അതിൽ നമ്മളിത് കുറച്ചു നേരം പറഞ്ഞാൽ മതി, അവൻ നമ്മുടെ സമാധാനം എടുത്തുകൊണ്ട് പോകും.
പിടിയോ? മനുഷ്യനന്യോന്യം സമാധാനം എടുത്തു കളവാൻ അവൻ അധികാരം ലഭിച്ചു, ഒരു വലിയ വാള്. ഈ ഒന്നും രണ്ടും ലോകം തമ്മിലുള്ള സംഘട്ടനമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞിട വരെ. എന്ന് പറഞ്ഞാൽ 1945 മുതൽ ഒന്നാം ലോകമഹായുദ്ധം തീർന്ന് ഇങ്ങോട്ട് 1990 വരെയുള്ള 45 കൊല്ലങ്ങൾ ലോകം കണ്ടതെന്താ? റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതസമരം, കോൾഡ് വാർ. കോൾഡ് വാർ എന്താണെന്ന് മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾക്കറിയോ കോൾഡ് വാർ എന്താണ്? കുട്ടികൾക്കാർക്കാണ്ട് പരീക്ഷ ഇട്ടു എന്താണ് കോൾഡ് വാർ പറഞ്ഞു. പാവപ്പെട്ട സൈനികർ തണുത്ത് വിറച്ച് മഞ്ഞുമേഖലകളിൽ കഷ്ടപ്പെട്ട് രാജ്യത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി വിറച്ച് തണുത്ത് നടത്തിയ യുദ്ധത്തിൻ്റെ പേരാണ് കോൾഡ് വാർ. ശീതയുദ്ധം. എന്താ ശീതയുദ്ധം? വാസ്തവത്തിൽ ആയുധം കൊണ്ടുള്ള യുദ്ധമില്ല. എപ്പോഴും ഒരു അടി നടക്കാം എന്നൊരു പ്രതീതി ജനിപ്പിക്കുക. യുദ്ധം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഒരുവൻ അണുവിസ്ഫോടനം പരീക്ഷിക്കും, മറ്റവൻ പുതിയ ആയുധം പരീക്ഷിക്കും, ഒരുവൻ മിസൈൽ പരീക്ഷിക്കും, അപ്പോൾ ഒരുവൻ ബഹിരാകാശം പിടിച്ചെടുക്കും. അതിഭീകരമായ യുദ്ധത്തിൻ്റെ കാലാവസ്ഥ എങ്ങും സംജാതമാക്കി ഇടയ്ക്ക നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വിദ്യാഭ്യാസ വിചക്ഷണനായ വലിയ 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 പണ്ഡിതനായ ഒരു മനുഷ്യനാണ് ഇന്ത്യ ഭരിച്ചത്. അല്ല, ഇന്നത്തെ പോലൊന്നും അല്ല. ഇതിൻ്റെ പേരെന്താ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തലൊക്കെ എന്തോ കൃതിയാണ്. വിശ്വചരിത്ര അവലോകനം, വലിയൊരു സ്കോളർ, അതാ നെഹ്റു. ജന്മനാ ഒരു കോടീശ്വരൻ, അതൊക്കെ അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. വലിയ കോടീശ്വരൻ, അതായത് നെഹ്റു. നെഹ്റു വന്നൊരു തീരുമാനമെടുത്തു, ഇവന്മാരിങ്ങനെ അടിവെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ചേരിയിലും ഇല്ല. അറിയാമല്ലോ, റഷ്യ നയിച്ച ചേരിയിലോ അമേരിക്ക നയിച്ച ചേരിയിലോ ഞങ്ങളില്ല. അദ്ദേഹം അന്ന് തന്നെ ഒരു സംഘടന തട്ടിക്കൂട്ടി. എന്തെന്നാ? ചേരി ചേര. അതിൻ്റെ കീഴിൽ കുറേ ആളുകളെയും കിട്ടി. ചേരി ചേര നയമൊക്കെ രൂപീകരിച്ചതിൻ്റെ അധ്യക്ഷൻ ഇന്ത്യ ആയിരുന്നു. ഇതൊക്കെ ആണെങ്കിലും നെഹ്റു രഹസ്യമായിട്ട് റഷ്യയുടെ കൂടെ കൂടിയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞ പുള്ളി വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ്. രഹസ്യ നയം ആരോടായിരുന്നു? റഷ്യ. അങ്ങനെ ആ പാകിസ്ഥാനെ തുരത്താനൊക്കെ നമുക്ക് സാധിക്കും. 7-ാം കപ്പൽപ്പട സംഭവമൊക്കെ അറിയാം, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, മുതിർന്നോട് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ അതൊക്കെ പോട്ടെ. ഈ ശീതസമരം അങ്ങനെ 45 കൊല്ലം പിന്നിട്ടു. 45 കൊല്ലം പിന്നിട്ടു 1990 എത്തുമ്പോഴേക്ക് ലോകത്തെ 2 രാജ്യങ്ങൾ USA ആൻഡ് USSR എന്ന് ഞങ്ങളുടെ എളുപ്പത്തിൽ അങ്ങനെ പറയുക. USSR റഷ്യയുടെ കീഴിലുള്ള യൂണിയനുകളെയാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് വിളിച്ചത് USSR. ആ വർഷം SLCക്കൊക്കെ എഴുതിയ കുട്ടികൾ USSR എന്ന് പറഞ്ഞ് എഴുതിയെങ്കിലും റിസൾട്ട് വരും മുമ്പ് USSR പൊളിഞ്ഞു. 28 ചെറുകിട രാഷ്ട്രങ്ങളായി റഷ്യ ചെതറി ഛിന്ന ഭിന്നമായി. റഷ്യ തകർത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഗോർബച്ചോവ്, അദ്ദേഹം റഷ്യൻ പ്രസിഡൻ്റായി. അന്നത്തെ കാത്തലിക് സഭയുടെ പരമാധ്യക്ഷൻ ജോൺ പോൾ രണ്ടാമനും ചേർന്ന് നടത്തിയ ഒരു പ്രത്യേക ഇടപാടിലൂടെ റഷ്യ തകർന്നു. പിന്നെ എത്ര ശക്തിയുണ്ട് ലോകത്ത്? ഒറ്റ ശക്തി. ഇപ്പോൾ റഷ്യ തകരുന്ന കേട്ടാണ് കഴിഞ്ഞ സഹസ്രാബ്ദത്തിന് 10 കൊല്ലം മുമ്പ് റഷ്യ തകർന്നു. കഴിഞ്ഞ സഹസ്രാബ്ദത്തിന് തിരശീല വീഴുമ്പോൾ, ലോകം ഉറങ്ങാൻ കിടങ്ങുമ്പോൾ ഒരു ദുരന്ത വാർത്ത കേട്ടുറങ്ങി. എന്തായിരുന്നു? റഷ്യ തകർന്നു. പുതിയ ലോകത്തിലേക്ക് നമ്മൾ കൺമിഴിച്ചു. നമ്മൾ കേട്ട് ഉണർന്നത് മറ്റൊരു ദുരന്ത വാർത്ത, അമേരിക്ക തകർന്നു. 2 തകർച്ചകൾ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, അമേരിക്ക എങ്ങനെ തകർന്നേ? സാമ്പത്തികമായിട്ട്. അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നു എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വാസം വരുന്നില്ല. നിങ്ങൾക്കറിയാമോ, അമേരിക്കയേക്കാൾ വലിയ സമ്പന്ന രാജ്യം ഇന്ത്യയാണെന്നുള്ള സത്യം? അതെങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അംബാനിയല്ല, ആസിം പ്രേംജിയോ ഒന്നുമല്ല. പിന്നെ ആരാ? ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഈ പൊതുനിരത്തുകൾ ഒരു വിലയിട്ടേ, ഇവിടെ കാണുന്ന എയർപോർട്ടിനൊരു വിലയിട്ട്,
അങ്ങനെ വിലയിട്ട് വനത്തിന് വിലയിട്ട് ഓരോ വസ്തുക്കൾക്ക് വില കൂട്ടി എടുത്താൽ എത്ര കോടികളുടെ ആസ്തിയുണ്ട് ഗവൺമെൻറ്റിന്. കാരണം ഏറ്റവും വലിയ പൊതു ഉടമയാരാ? ഗവൺമെൻറ്റാണ്. മനസ്സിലായോ? ഇപ്പോൾ തന്നെ കേരളത്തിൽ പറയാറുണ്ട് KSRTC നഷ്ടമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ പെരുമ്പാവൂരിൽ ഒരു സ്റ്റാൻഡ് വിറ്റാൽ പോരെ കടം തീരാൻ. തിരിയല്ലേ? എത്ര എണ്ണം ഉണ്ടെന്ന് ഓർത്താ? എത്ര സ്റ്റാൻഡ് കിടക്കുക, ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുക. പക്ഷേ അമേരിക്ക അങ്ങനല്ല. ഗവൺമെൻറ്റിന് സ്വന്തമായി ഒരു പെട്ടിക്കട പോലും ഇല്ല. എല്ലാം പ്രൈവറ്റാണ്. ഇപ്പം മനസ്സിലായോ? പിടിയിട്ടോ? മാത്രമല്ല, കടം വാങ്ങി ജീവിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. എന്താ മനസ്സിലായി? അതൊക്കെ നമുക്ക് വേണേൽ അല്പം കഴിഞ്ഞ് ചർച്ച ചെയ്യാം. വിദേശ കടം വളർന്ന് 19 അക്കങ്ങളുള്ള ഒരു സംഖ്യയിലേക്ക് വളർന്നു അമേരിക്കൻ വിദേശ കടം. അമേരിക്കയേക്കാൾ കരുതൽ ഡോളർ ശേഖരമുള്ള രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യയൊക്കെ. അത് വലിയ രസകരമാണ്. അത് നമുക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട നല്ല രസകരമായ ചിന്തകളാണ്. നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോകണ്ട. ഓക്കെ. പക്ഷെങ്കിൽ പുതുലോകം ഉണർന്നെങ്ങനെയാ? അമേരിക്കയുടെ തകർച്ച. അങ്ങനെ 2 രാജ്യങ്ങളും അല്പം വീക്കായി. എങ്കിലും അവർ തന്നെയല്ലേ ലോകത്തിൽ 1ഉം 2ഉം ഇപ്പോഴും അല്ലേ? എങ്കിലും അവർ തന്നെയാണ് ശക്തി. പക്ഷെ ആ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഇതിനിടയിൽ കൂടി ഈ 2 ചേരിയെ അപ്രസക്തമാക്കുന്ന ഒരു 3ാം ലോകം ഉടലെടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടത് ഈ സോഷ്യോളജി പഠിക്കുന്ന സാമൂഹ്യശാസ്ത്രകാരന്മാരുടെ വീക്ഷണത്തിൽ ഒരു 3rd വേൾഡ് ഉണ്ടായി. 1ാം ലോകം വെളുപ്പെങ്കിൽ 2ാം ലോകം ചുവപ്പെങ്കിൽ 3ാം ലോകത്തിൻ്റെ നിറം കറുപ്പായിരുന്നു. സൗത്ത് ആഫ്രിക്കയും സുഡാനും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഏഷ്യ പസഫിക്കൻ രാജ്യങ്ങളും എല്ലാം ചേരുന്ന 3rd വേൾഡ്. 3rd വേൾഡിൻ്റെ പ്രത്യേകത ദാരിദ്ര്യമാണ് അവരുടെ മുഖമുദ്ര. മരുന്നില്ലാത്ത, കഷ്ടപ്പാടുള്ള, പകർച്ചവ്യാധി കൂടുന്ന, ക്ഷാമമുള്ള ആ ലോകത്തിൻ്റെ ചർച്ചാ വിഷയം മനുഷ്യാവകാശങ്ങളാണ്. ഓക്കെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഐക്യരാഷ്ട്രസഭയും എല്ലാം ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ ഇവരെ ഉദ്ധരിക്കണം? ഭക്ഷണമില്ല, മരുന്നില്ല, വിദ്യാഭ്യാസമില്ല, ജീവിത സുരക്ഷിതത്വമില്ലാത്ത 3rd വേൾഡാണ് 3ാമത്തെ ശക്തി. പക്ഷേ വിഷമിക്കാനൊന്നുമില്ല. ഈ 3rd വേൾഡിൻ്റെ ക്യാപ്റ്റൻസി ആർക്കാണെന്നറിയണ്ടേ? നമ്മൾ ഇന്ത്യക്കാണ്. ഇല്ലായ്മക്കാരുടെ ആരാ സമ്പന്നർ? നമ്മളാണ്. ബാക്കിയൊക്കെ നമുക്ക് താഴെയുള്ള രാഷ്ട്രങ്ങളാണ്. അടുത്ത 5-10 കൊല്ലത്തിനുള്ളിൽ നമ്മളാകും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. ഇന്ത്യ ആകും. അങ്ങനെയാണ് നിരീക്ഷണം. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വലിയ രൂക്ഷമായ പ്രശ്നമുണ്ട്. ഇന്ധനമില്ല, ഇന്ധനം കിട്ടാനില്ല, ക്ഷാമം. ഭക്ഷ്യവസ്തുക്കൾക്ക് ആശ്രയിക്കണം, പ്ലാനിങ് ഇല്ല. നമ്മൾ മനുഷ്യൻ നാസ പോലെയുള്ള ബഹിരാകാശ പഠനവും ഏജൻസികളും അമേരിക്കയുടെ, അതുപോലെ ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ നേട്ടം നമ്മൾ 100 സാറ്റലൈറ്റുകൾ വിന്യസിച്ചു. പക്ഷേ ചൊവ്വായി പോകുമ്പോഴും ജോത്സ്യനെ വിളിച്ച് സമയം കുറിച്ചിട്ടാണ് ചൊവ്വയിലേക്ക് പോകുന്നത്. ചൊവ്വ ദോഷമുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് ചൊവ്വയിലെങ്ങും ഒരു ദോഷവും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടും ഈ കർമ്മങ്ങളും ക്രിയകളും എല്ലാം ചെയ്യും. ഇപ്പോഴും എലിയാണ് നമ്മുടെ ചർച്ചാ വിഷയം. പശുവിനെക്കുറിച്ചാണ് ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ചർച്ച. നമ്മുടെ ആ വിവരം കണ്ടില്ലേ? നാണം വരികയല്ലേ അല്ലേ? ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഇന്ത്യ നാണം കെട്ടുപോകുന്ന ചില സ്ഥിതികളാണ് ഈ കണ്ടത്. ചുരുക്കത്തിൽ എത്രമാത്രം നമ്മുടെ രാജ്യങ്ങളുടെയൊക്കെ പ്രശ്നം നോക്ക്. 3rd വേൾഡിൻ്റെ പ്രതിസന്ധി. ഈ 3rd വേൾഡിനെ വിളിക്കുന്നത് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനാണ് വരിക. വന്നത് ഒരു കറുത്ത കുതിര. അവൻ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. അങ്ങനല്ലേ വായിച്ചേ? തുലാസ് എന്ന് പറഞ്ഞാൽ പുതിയ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ ഡിജിറ്റൽ ആയതുകൊണ്ടല്ലേ ഇങ്ങനെ പിടിക്കുന്നേ. ത്രാസ്. അപ്പോൾ അത് കൈ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജീവികളുടെ നടുവിൽ എങ്ങനെയാണ് വാക്കി വെച്ച് പണത്തിന് ആഹാര സാധനങ്ങൾക്ക് ലഭ്യത കുറവ്.
തൂക്കിയേ ആഹാരം കൊടുക്കൂ. പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, പണത്തിന് 3 ഇടങ്ങഴി യവം. അപകടം അതല്ല. പക്ഷേ അയ്യോ എണ്ണ ഇന്ധനത്തിൻ്റെ പ്രതീകമാണ്. അധികം തീർക്കരുതെന്ന്. ഇന്ധനം അധികം തീർക്കരുത്. പാചകവാതകം അധികം സിലിണ്ടർ കിട്ടൂല. സൂക്ഷിച്ച് ചിലവാക്കാവൂ. 4-5 എണ്ണമൊക്കെ കിട്ടൂ. വർഷത്തിൽ സൂക്ഷിക്കണം. തേർഡ് വേൾഡിൻ്റെ പ്രശ്നമാണ്. വീഞ്ഞിന് കേടുവരുത്തരുത്. കാരണം വൈൻ മരുന്നിൻ്റെ പ്രതീകമാണ്. ആൽക്കഹോളിക്കാണ് എല്ലാ മരുന്നുകളും, അല്ലേ? ഇംഗ്ലീഷ് മരുന്നും എല്ലാം തന്നെ. ഇംഗ്ലീഷ് മരുന്ന് ആ ഒരു മരുന്നെന്ന് പറയുന്നു. ഹോമിയോ ഡോക്ടർമാരോ ആയുർവേദക്കാരോ ഒക്കെ ഉണ്ട്, എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും ഒരു മരുന്നായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഏത് ആയുർവേദക്കാരനും അവസാനം ഓപ്പറേഷൻ ചെയ്യാനൊരൊറ്റ ഓട്ടമാണ്. അങ്ങനല്ലേ കണ്ടേക്കുന്നത്? ഷുഗറിന് ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് ഏതാണ്ടെല്ലാം മേടിച്ച് കാറെല്ലാം അവിടെ കഴിക്കും. പക്ഷേ ഇൻസുലിൻ എടുക്കാതെ രോഗം മാറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാൻസറിന് ചികിത്സയുണ്ട് ആയുർവേദത്തിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അവനും പോകുന്നത് അങ്ങോട്ടാ RCCയിലേക്ക് പോവാം. അതൊക്കെ പോട്ടെ, എൻ്റെ തോന്നൽ പോലെ എല്ലാം വരണമെന്നില്ലല്ലോ. പക്ഷേ സയൻറ്റിഫിക്കലി ലോകം അംഗീകരിച്ച ശാസ്ത്രം ഏതാ? ഇംഗ്ലീഷ് മരുന്നാണ്, അല്ലേ? നിങ്ങൾ ഒരു മരുന്നും കഴിക്കേണ്ടെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിവേ, ഈ മരുന്നിനും എണ്ണയ്ക്കും കേടുവരുത്തരുതെന്ന് ജീവികളുടെ 4ൻ്റെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം. ഇതായിപ്പോൾ കേട്ടത്. ഇത് മനസ്സിലാക്കേണ്ടത് 3 ലോക രാജ്യങ്ങളുടെ ഭക്ഷ്യക്ഷാമം, 3 ലോക രാജ്യങ്ങളുടെ മരുന്നിൻ്റെ ആവശ്യകത, പോപ്പുലേഷൻ കൂടുതൽ, ആകെ അസ്വസ്ഥത നിറഞ്ഞ 3 ലോകം. ഇനി അടുത്തതാണ് പ്രധാനം. അങ്ങോട്ട് പോകാം. 4 അപ്പോൾ 4ാം ജീവി ഏതാണെന്നാ പറഞ്ഞേ? ഏതാ? വരുന്നല്ല, കഴുകൻ. കഴുകൻ വിളിച്ചു. ഈ കഴുകൻ ആരോ സൂചിപ്പിച്ചു മുമ്പേ, അമേരിക്കയുടെ ചിഹ്നമാണ് കഴുകൻ. കഴുകൻ വിളിക്കുന്നു. അപ്പോൾ വരുന്നാരാ? പച്ചക്കുതിര, വിളറിയ പച്ചക്കുതിര. പച്ച ലോക മത തീവ്രവാദത്തിൻ്റെ ചിഹ്നമാണ്. ഒരു കാര്യം തറപ്പിച്ച് പറയാം, മുസ്ലിങ്ങളിൽ ധാരാളം നല്ല മനുഷ്യർ, മഹാഭൂരിപക്ഷം നല്ല മനുഷ്യരാണ്. അവരെല്ലാം ടെററിസ്റ്റുകളാണോ? ആണോ? പക്ഷെ ടെററിസ്റ്റുകൾ ഭൂരിപക്ഷമാരാ? അത് മുസ്ലിംസാ. ശരിയാണോ? ടെററിസ്റ്റുകൾ മഹാഭൂരിപക്ഷമാരാ? അവരാണ് തീവ്രവാദികൾ. ഐസിസ്, ലഷ്കർ ഇ തോയ്ബ. അപ്പം ചെറുതും വലുതുമായ ഒത്തിരി സംഭവങ്ങളുണ്ടല്ലേ. കലാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സിനുള്ളിൽ മാരക ബോംബ് വെച്ച് അടച്ചു വിടുക, കുഞ്ഞും സാറും ക്ലാസ്സും കൂടി ഒരുമിച്ച് തകരുക, വിമാനം റാഞ്ചിക്കൊണ്ടുപോവുക, ഹോട്ടലുകൾ കടന്നു പിടിക്കുക, പാർലമെൻറ്റിൽ ആക്രമണം നടത്തുക, മനുഷ്യനെ കൊല്ലുക. എത്ര ഹീനമാണ്! മനുഷ്യനെ കൊല്ലുമ്പോൾ ആ കൊല്ലുന്നവന് കിട്ടുന്നത് സുന്ദരിയായൊരു ഭാര്യയെ കിട്ടുമെന്ന് പറഞ്ഞ സ്വർഗത്തിൽ. 72 പേരെ, ഒരാളെയല്ല 72 പേരെ. ബോധമുള്ളവനാണേ പറയും, ഇവിടെ ഒരു കല്യാണം കഴിച്ചിട്ട് അവരെയും കൊണ്ട് ജീവിക്കാൻ എങ്ങനെയാ നമ്മൾ പാടുപെടുന്നതെന്നുള്ള കാര്യം അനുഭവിക്കുന്നതിനെ എൻ്റെ വിഷമം അറിയത്തുള്ളൂ. പള്ളി മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ മർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാവും. അപ്പോട്ടെ, അപ്പോഴാ 72 ഹൂറിമാരെ, സുന്ദരിമാരെ അവിടെ ഭാര്യയായിട്ട് കിട്ടും. മദ്യം ഒഴുകുന്ന നദികൾ, ഇതൊക്കെയാണ് ഇസ്ലാം വെളിപ്പെടുത്തുന്ന ആ സ്വർഗം. അതെന്തു ആകട്ടെ, അപ്പം നമുക്ക് അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ ഇസ്ലാമിക തീവ്രവാദം വളർന്നപ്പോൾ ആ തീവ്രവാദത്തിൻ്റെ ഇരകളാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ശക്തിമത്തായൊരു ഇരയായിരുന്നു അമേരിക്ക. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊക്കെ ഉള്ള ഒരു ബന്ധം കണ്ടില്ലേ? എന്താ അടുത്ത തീരുമാനം? തീവ്രവാദം തുരത്താൻ പ്രതിജ്ഞാബദ്ധമായ ഒരു രാജ്യം മുമ്പോട്ട് വന്നു. ആരാ? അമേരിക്ക. അമേരിക്ക തീവ്രവാദം തുരത്താൻ ശക്തിപ്പെട്ടു വന്നപ്പോൾ തീവ്രവാദത്തിൻ്റെ പഴയ വീര്യം കിട്ടു. ശരിയല്ലേ? പഴയ പോലില്ല. കാരണം ലഷ്കർ ഇ തോയ്ബയെ തകർത്തു, ലാദനെ കൊന്നു, ഐസിസിനെ തകർത്തു, ഉരുതപ്പെട്ട ഭീകര സംഘടനകളെല്ലാം അമർച്ച ചെയ്തു ഒതുക്കി പരുവപ്പെടുത്തിയപ്പോൾ പച്ചയുടെ വീര്യം കെട്ട് മഞ്ഞയായി. ശരിയാണോ? പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ വകുന്നില്ല. ഈ അടിച്ചേൽപ്പിക്കുന്ന ഏത് നിയന്ത്രണവും ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടും.
ഇപ്പോൾ മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊച്ചു പിള്ളേരിടിപ്പുണ്ട് 3-4 പേര്. ഇവരോട് സ്കൂളിൽ മിസ് പറയും മിണ്ടരുത്, ചിരിക്കരുത്, കരയരുത്, അനങ്ങരുതെന്ന് പറഞ്ഞാൽ ഇരുത്തേക്കാൻ അവർ ഇരിക്കുകയും ചെയ്യും. 4 മണിയാകുമ്പോൾ ഒരു കൂട്ടവല്ലടിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു കൂവിച്ചയാണ്. അവരാ കൂവിയത് ആരെയാണെന്നറിയോ? വ്യവസ്ഥിതിയെ മുഴുവൻ കൂവി പരിഹസിച്ചു. മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും മാതാപിതാക്കളെയും ടീച്ചറെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുന്ന ശബ്ദമാക്കട്ടെ. പിടിച്ചു കിട്ടി നിൽക്കുമോ? കൂവിക്കോട് സഞ്ചി എടുത്തിട്ട് ഒറ്റ ഓട്ടോ കാണിച്ചു തരാമെന്നുള്ള നിലയിൽ ആണെന്ന് വളർന്നോട്ടെന്ന്. ഇതായി അടിച്ചേൽപ്പിക്കുന്ന സമാധാനം ഒരു ദിവസം പൊട്ടിപ്പുറപ്പെടും. അവിടെ കിടക്കുക പാതാളം അവരെ പിന്തുടർന്നു. കുഴിയെടുക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് തട്ടിക്കൊള്ളാൻ ശവക്കുഴി പിന്തുടർന്നു. മരണം ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട്, അങ്ങനല്ലേ വായിച്ച്? ആ ആ ആ ആ ആ കാട്ടുമൃഗം. പണ്ടൊക്കെ കാട്ടുമൃഗം എന്ന് കേട്ടാൽ നമുക്ക് അത്ഭുതമായിരുന്നു. ഇപ്പം ഈ മുംബൈയിലെ താനെ പൂനെ റോഡിൽ അതിൻ്റെ സൈഡിൽ വനമില്ലേ, അവിടെ സിംഹമില്ലേ, വലിയ ഹിംസ ജീവികൾ ഇതുപോലൊരു മഹാനഗരത്തിൻ്റെ അരികിലുണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? മൃഗങ്ങളുടെയൊക്കെ എണ്ണം പെരുക. കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയും വിധം മൃഗങ്ങളുടെ അവകാശം മനുഷ്യൻ പരിപാലിക്കുന്നു, മനുഷ്യൻ്റെ അവകാശം പരിപാലിക്കപ്പെടുന്നില്ല. കാട്ടുമൃഗങ്ങൾ, നായ്ക്കൾ, പേപിടിച്ച മൃഗങ്ങൾ, ഇവയൊക്കെ ഇന്ന് മനുഷ്യൻ പൂജിക്കുന്ന നിലയിലേക്ക് എത്തി. ഞങ്ങൾ ഈ വനപ്രദേശത്താണ് പാർക്കുന്ന നാട്ടിൽ. നിങ്ങളുടെ MLA PC ജോർജാണ്. ചിലരെങ്കിലും അറിയും, അദ്ദേഹത്തെ അറിയാത്തൊരു കുറവാണ്. അപ്പോൾ അവിടെ ഈ പേപ്പട്ടിയുടെ ശല്യം വല്ലാതായി. ആ പുള്ളിക്കാരൻ അതിൻ്റെ ആ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ ആരോ ഈ പട്ടി സ്നേഹികളെല്ലാം കൂടെ എഴുന്നേറ്റ് പറഞ്ഞു, മനേകാ ഗാന്ധി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ പേപ്പട്ടിയെല്ലാം അവിടെ പിടിച്ച് കിട്ടി തീവണ്ടി ബുക്ക് ചെയ്ത് അവിടെ വീട്ടിലോട്ട് വിടും, അവൾ കൊണ്ട് വളർത്തട്ടെന്ന്. 3-4 വണ്ടി ബുക്ക് ചെയ്തിട്ട് ഈ പട്ടിയെല്ലാം കയറ്റി നേരെ അവരുടെ വീട്ടിലോട്ട് വിടാം, അവർ കൊണ്ട് വളർത്തണം. കാരണം ഈ നായ്ക്കളെ സംരക്ഷിക്കാൻ കുറേ പേര് പതാകയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവിടെ പോക്കോണമെന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഓടിക്കോണമെന്ന് പറഞ്ഞു. മനുഷ്യാവകാശങ്ങളില്ല, മൃഗങ്ങൾക്ക് അവകാശം, അങ്ങനെ ലോകം. പക്ഷേ ബൈബിൾ ഇത് നേരത്തെ കണ്ടു, ഇത്തരം ലോകം. ശേഷം മനുഷ്യർക്ക് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് മരണം വന്നു. അപ്പം 4ാമത്തെ മുദ്ര വരുത പൊട്ടുക. അതവിടെ നിൽക്കട്ടെ. ഇനി മുതലുള്ളത് കടുത്ത ദൈവിക ന്യായവിധിയാണ്. 5ാം മുദ്ര മറ്റൊരു സംഭവമാണ്. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അത് മറ്റൊരു സംഭവമാണ്. അത് എക്കാലഘട്ടത്തിലുമുള്ള രക്തസാക്ഷികൾക്ക് പ്രത്യേക പരിഗണന കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അവരവിടെ കിടക്കട്ടെ. ഇനിയുള്ളത് സൂര്യൻ കരിമ്പടം പോലെ കറുക്കുന്ന 6ാം മുദ്രയാണ്. അപ്പോൾ 6ാം അധ്യായം സംഭവബഹുലമാണ്. ഞാനീ പറഞ്ഞത് ഇതാ മുദ്രകളെല്ലാം ഭേദിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതൊരു സൂചന തരികയാണ്. ഈ 4 ജീവികൾ സ്വർഗീയ ജീവികളല്ലേ? അതെങ്ങനെ ഭൂമിയിലെ രാഷ്ട്രങ്ങളോട് തുലനം ചെയ്യാം? പറയാം. ഭൂമിയിൽ ഏത് രാജാവ് എപ്പോൾ ഭരിക്കണമെന്നും ഏത് രാഷ്ട്രം ആധിപത്യം ചെലുത്തണമെന്നും തീരുമാനിക്കുന്ന പരമാധികാരി ദൈവമാണ്. അവൻ തനിക്കിഷ്ടമുള്ളവർക്ക് രാജ്യത്വം ഏൽപ്പിക്കുന്നു എന്ന് ദൈവം. അത്യുന്നതൻ്റെ കൺട്രോളാണ് സകല ലോകത്തിലുമുള്ളത്. അതുകൊണ്ട് ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണാധികാരിയെ നിയമിക്കുന്നതിലും ആക്കുന്നതിലും അധികാരവർക്ക പരമാധികാരി ദൈവമാണ്. ദൈവത്തിൻ്റെ പരമാധികാരമാണ്, അവൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കുന്നതെല്ലാം സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. 626 ഇപ്പോൾ വന്നോ? ഇല്ല, വന്നുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന അനുഭവങ്ങളുണ്ട്. അത് പൂർണ്ണ ശക്തിയോടെ വന്നില്ല. മുദ്രാഭേദനങ്ങളുടെ സൂചനകൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അതിതാ പൂർണ്ണശക്തിയോടെ വരുന്ന ഒരു നിമിഷം വരും. പക്ഷേ ഭയപ്പെടാനൊന്നുമില്ല. ദൈവത്തിൻ്റെ സഭ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ്റെ ഉദയം. അതാണ് ദൈവസഭയുടെ പ്രത്യാശ. അതുകൊണ്ടൊരു കാര്യം ദൈവമക്കൾ ഉറപ്പാക്കണം. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതൽ ഒരു വശത്തും അതിൻ്റെ നിറവേറൽ നടന്നുകൊണ്ടിരിക്കെ, മറുതലക്കൽ നിന്ന് തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കുമ്പോൾ മറുവശത്ത് നിന്ന് സാത്താന്യ ആധിപത്യത്തിന് വേണ്ടി ഒരു ലോകം ഒരുങ്ങുന്നു. ദൈവിക ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുന്നു. ലോകവും ദൈവത്തിൻ്റെ സഭയും ഒരുപോലെ ഒരുങ്ങുന്ന ഒരു കാലത്ത് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരാറായി എന്നതാണ്
ഈ സന്ദേശങ്ങളുടെ എല്ലാ സാരാംശം. സ്തോത്രം. അതോട് ബന്ധപ്പെട്ടുള്ള മറ്റ് ചില ലക്ഷണങ്ങളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഓക്കെ. രാഷ്ട്രീയ മണ്ഡലത്തിൽ ചില മാറ്റങ്ങൾ യേശു കർത്താവ് പ്രവചിച്ചു. മത്തായിയുടെ സുവിശേഷം 24. ആത്മീക മണ്ഡലത്തിൽ ചില ലക്ഷണങ്ങൾ യേശു പ്രവചിച്ചു. മതമണ്ഡലത്തിൽ ചില മാറ്റങ്ങൾ നമ്മുടെ കർത്താവ് പ്രവചിച്ചു. അതുവഴി കൂടി ഒന്ന് പോകാം. മത്തായിയുടെ സുവിശേഷം 24:1 മുതൽ. ആ ആ ആ ആ ആ ആ ആ ആ ആ പിന്നെ ആ പിന്നെ ആ ആ പിന്നെ അപ്പോൾ പൊളിറ്റിക്കൽ വേൾഡിലെ ചില സംഭവങ്ങളും ആത്മീയ മണ്ഡലത്തിലെ സംഭവം, ആത്മീയ മണ്ഡലത്തിൽ വ്യാജ ക്രിസ്തുക്കളുടെ ആവിർഭാവമുണ്ടാകും. ലക്ഷണങ്ങളിലൊന്നാണ് താൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും. ഈ ലോകത്ത് എത്രയോ മഹാന്മാരുണ്ടായിട്ടുണ്ട്. നല്ല മര്യാദയ്ക്ക് പോയ ഒത്തിരി ആളുകളുണ്ട് അല്ലേ? സോക്രട്ടീസും പ്ലേറ്റോയും ഇവരൊക്കെ നല്ല നല്ല ആളുകളല്ലായിരുന്നു. പക്ഷേ ഇന്ന് വരെ നമ്മളാരും കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലേക്കോ സമൂഹത്തിൽ ആരിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് പ്ലേറ്റോ? പറഞ്ഞിട്ടുണ്ടോ? ഞാനാണ് ഗാന്ധിജി എന്ന് പറഞ്ഞ ആരിലും വന്നിട്ടുണ്ടോ? ഇന്നും എല്ലാവരും പറയുന്നത് എന്താ? ഞാനാ കർത്താവെന്ന്. എന്തേ വേറൊന്നും പറയാത്തവർ? അവർക്ക് തന്നെ അറിയാൻ പറയാൻ കൊള്ളാവുന്ന പേരേതാ? നമ്മുടെ കർത്താവിൻ്റെ അനുകരിക്കാൻ ആ പേര് മിസ്യൂസ് ചെയ്യാൻ വരിക. കർത്താവ് മുൻകൂട്ടി പറഞ്ഞെന്താ? എൻ്റെ പേരെടുത്തുകൊണ്ട് അനേകർ വരും. പിന്നെ ആ ആ അത് അവസാനമല്ല, ഇങ്ങനെ തുടക്കത്തിലേ ഇത് കാണിക്കും. പിന്നെ ഇതിക്കിടയ്ക്ക് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. യുദ്ധം കേൾക്കും, യുദ്ധമുണ്ടാകും എന്നൊരു ശ്രുതിയും കേൾക്കും. അത് അന്ത്യകാലത്തിൻ്റെ മറ്റൊരു ലക്ഷണം. എത്ര യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടു. പിന്നെ ആ നേഷൻസ് എഗൈൻസ്റ്റ് നേഷൻസ്, എത്നിക് ഗ്രൂപ്പ് എഗൈൻസ്റ്റ് ദം എന്ന് വെച്ചാൽ ഒരു ആഭ്യന്തര കലഹം നമ്മൾ കേൾക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ കാണാൻ കഴിയുന്നേ. ഈ ആഫ്രിക്കയിൽ ഹിറ്റ്സ് വർഗവും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സമൂഹവും തമ്മിൽ അടിയാണ്. ഇസ്ലാമിൽ സുന്നിയും ഷിയയും തമ്മിലുള്ള ആക്രമണമാണ്. ഒരു രാജ്യത്തിലെ രണ്ടു തരം ആളുകൾ തമ്മിലുള്ള സംഘടന. നമ്മുടെ ഇവിടെയൊക്കെ വലിയ പ്രശ്നം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് നിരാകാര ഒക്കമ്പളുണ്ട്. ഞാൻ വന്നപ്പോൾ പാസ്റ്റോട് ചോദിക്കായിരുന്നു അതേക്കുറിച്ച്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഒരു ദേശത്തിലെ രണ്ട് ദേശീയതകൾ തമ്മിലുള്ള ഛിദ്രം അത് നിങ്ങൾ കേൾക്കും. ഇത് കേൾക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ ഒരുക്കമാണ്. പിന്നെ വായിക്കാം. അടുത്തത് എനിക്ക് ക്ഷാമം, ഭക്ഷ്യക്ഷാമമാണ് കാലഘട്ടം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. ക്ഷാമം, നമുക്കത് ക്ഷാമം എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി അറിയില്ലെങ്കിലും ലോകമനുഭവിക്കുന്ന ആ ദുരിതം വളരെ വലുതാണ്. സൈബീരിയ പോലുള്ള രാജ്യങ്ങളിൽ മനുഷ്യനുഭവിക്കുന്ന ദുരിതം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി കാണുകയാണ്. ഭക്ഷ്യവസ്തുക്കളില്ലാത്ത അവസ്ഥാവിശേഷം ലോകത്തിൽ സംജാതമാവുകയാണ്. അപ്പോൾ ക്ഷാമം ലോകത്തിൽ സർവ്വസാധാരണമാകുന്നു. പിന്നെ ഇതൊന്നും അവസാനമല്ല, ഈ പ്രതിസന്ധിയുടെ ആരംഭമാണ്. ആരംഭം ഇങ്ങോട്ട് തുടങ്ങിയിട്ട് കാലം കുറയായി, അവസാനം പെട്ടെന്നായിരിക്കും. പിന്നെ ആ കാലത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നം, രൂക്ഷമായ കഷ്ടത വരുമ്പോൾ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാം അവിടെ കൂടിയിരിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്താമെന്ന് പറയും. ഞങ്ങൾ ഈ യോഗത്തിനൊന്നും വന്നതല്ല, പാസ് വിളിച്ചുകൊണ്ട് വന്നാന്ന് പറയും. പാസ് എന്താ പറയും? ഞാൻ ദൂരെ കണ്ട് കിടന്ന മനുഷ്യൻ, ഇവരെന്നെ ശുശ്രൂഷിക്കാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഞാനെന്താ പറയും? ഞാനിവിടെ വന്നപ്പോൾ പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് കയറിയതാന്ന് പറയും. അല്ല, ഞാനിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രാണനെക്കുറിച്ചുള്ള താല്പര്യ നിമിത്തം ദൈവത്തെ തള്ളിപ്പറയുന്ന, വിശ്വാസത്തെ ത്യജിക്കുന്ന മനോഭാവം വളരും. പിന്നെ ആ സമയം നോക്കി, വരണ്ട നമ്മുടെ മാനസികാവസ്ഥ നോക്കി കള്ളപ്രവാചകന്മാർ പലരും വന്നിട്ട് മകനേ എന്നൊരു വിളി വിളിക്കും, ആളുകൾ അങ്ങോട്ട് പോകും. മകളെ എന്നൊരു വിളി വിളിക്കും, അങ്ങോട്ട് പോകും. പിടികിട്ടിയോ? ആ സമയം നോക്കി അവനറിയാം എപ്പോൾ ഇറങ്ങണമെന്ന്. ഒരു മഴ പെയ്ത് കഴിഞ്ഞ്
പാമ്പിറങ്ങുമെന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥ മോശമാകുന്ന സമയം നോക്കി പുള്ളിക്കാരൻ ഇറങ്ങും പതുക്കെ. പിടികിട്ടിയോ? അതാ കർത്താവ് പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞു ഇവരെ സൂക്ഷിക്കണമെന്ന്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. തെറ്റി അങ്ങ് പോവാണ്. ഇവിടെങ്ങും അത്ര ശക്തമല്ലെങ്കിലും കേരളത്തിൽ ഒരു പരിപാടിയാണ് ഈ പേര് വിളിച്ച് പ്രവചിക്കുക. ആദ്യം കേൾക്കുന്നവനെ അന്തം വിട്ടുപോയി, നേരാണല്ലോ എന്ന്. പിന്നെ അതിലെ രഹസ്യങ്ങൾ ആൾക്കാർ മനസ്സിലാകുന്നു. ഒരുത്തം വന്ന് എത്ര പാസ് മുറി ഒരുക്കി കൊടുത്താലും അവിടെ കിടക്കല്ല, പ്രാർത്ഥനാന്തരീക്ഷം വേണമെന്ന് പറഞ്ഞവൻ ഹാളിനകത്ത് തന്നെ കിടന്നു. അപ്പോൾ ആർക്ക് ശല്യമില്ലല്ലോ, ഈ ആളി വന്ന് കിടക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നോളാം. ഇവൻ ആ സമയത്തിരുന്ന് ഈ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് അതിലെ ആളുകളെല്ലാം പേര് മനസ്സിലാക്കി. അതെല്ലാം നോക്കിയിട്ട് അതിനകത്തെ പേര് നിങ്ങൾ തട്ടുക. 10 പേര് മനപ്പാടം പഠിക്കാൻ എന്താ പാട്? പിടിയോ? ഇതൊക്കെ പിടിച്ചു കേരളത്തിൽ കഴിഞ്ഞിടയ്ക്ക്. ഇങ്ങനെ എന്തെല്ലാം പരിപാടി. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന്. അപ്പോൾ ബൈബിളിൽ അധികം പേര് വിളിക്കല്ലേ? കോരശിൻ്റെ പേര് വിളിച്ചല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേ? കോരശിൻ്റെ പേര് വിളിക്കും. അതിന് പകരം ചിലരിന്ന് 10,000 പേര് കൂടിയിരിക്കുന്നിടത്ത് ശോശാമ നിന്റെ പല്ലുവേദന മാറുന്ന രാത്രിയാണ്. ഈ യോഗത്തിന് വന്നിരിക്കുന്നവർക്കിടയിൽ കുഞ്ഞപ്പൻ എന്നൊരാളുണ്ട്. ഇന്ന് ദൈവം നിന്നെ സന്ദർശിക്കുന്ന രാത്രിയാണ്. കുഞ്ഞപ്പൻ എന്ന് എഴുന്നേറ്റ് അപ്പോഴേ ചില ചാടി എഴുന്നേക്കും. ഈ പരിപാടി കണ്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി പേരെ ഇങ്ങനെ പിടിച്ചു, കള്ളത്തരം കാണിച്ചവന്മാരെ. അങ്ങനെ പിടിക്കാൻ ബൈബിളിൽ വാക്യമുണ്ട്, അനിന്യരൻ പരീക്ഷിച്ച് അനിന്യരെന്ന് കണ്ടാൽ അവരെ ശുശ്രൂഷയ്ക്കാക്കണമെന്ന്. അങ്ങനല്ലേ? പരീക്ഷിക്കാൻ വകുപ്പില്ലേ ബൈബിളിൽ? ഇല്ലേ? അല്ല അവർ എല്ലാം വെട്ടിപ്പിടിക്കണമെന്നാണോ? അങ്ങനല്ല. അവർ പറയും വിശ്വസിച്ചോ എന്ന്. ഓരോ സ്ഥലത്തിനുള്ള പറ്റിയ പേര്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ അങ്ങോട്ടുള്ള ആളുകളെല്ലാം പേര് വിൽഫ്രഡ്, ആൽഫ്രഡ്, ഡിസൂസ, ഇത്തരം പേരുകളായിരിക്കും. മധുരാങ്കുള്ളിലേക്ക് വന്നാൽ കുഞ്ഞച്ചൻ, അച്ചൻകുഞ്ഞ്, മാത്തുക്കുട്ടി, കുഞ്ഞുകുട്ടി, കണ്ണിക്കുട്ടി, ഇങ്ങനെ കുഞ്ഞെന്നോ കുട്ടിയെന്നൊക്കെ ഉള്ള പേരായിരിക്കും മധുരാങ്കൂറിലുള്ളവൻ്റെ പേര്. അവിടുന്ന് എറണാകുളം, കോതമംഗലം, മൂവാറ്റുപുഴയൊക്കെ വന്നു കഴിഞ്ഞാൽ എൽദോസ്, ബേസിൽ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളായിരിക്കും അല്ലേ? തൃശ്ശൂർ വന്നാൽ വാറുണ്ണി, ചേറുണ്ണി, കുഞ്ഞുണ്ണി, മണ്ണുണ്ണി എന്നൊക്കെ ഉള്ള പേരായിരിക്കും തൃശ്ശൂരേക്കുള്ള പ്രധാനപ്പെട്ട പേരുകൾ. അവിടെ ചെന്നിട്ട് ഇതങ്ങ് വിളിക്കുക. ഈ വന്നവർക്കിടയിൽ ഡെയ്സി എന്ന് പേരായൊരു സഹോദരിയുണ്ട്. വർഷങ്ങളായി കാലയിൽ ആന്ത്രാക്സ് ബാധിച്ച് അവൾ ഭാരപ്പെടുക. പെണ്ണുങ്ങൾ ആരെയും വീടും എഴുന്നേരുന്നു. ഈ ആന്ത്രാക്സ് എന്നാണെന്നറിയോ? കുഴിനകോ, അതിന് കാല് കഴിച്ച് കഴിയണം മര്യാദയ്ക്ക്. അതിന് ചാടി എഴുന്നേറ്റൊക്കെ എന്തുവാ? ആന്ത്രാക്സ്. ഇതെന്നാന്നൊന്നും ഗ്രഹിക്കുന്നില്ല, ചാടി എഴുന്നേൽക്കുകയാണ്. എനിക്കൊരാളെ അറിയാം, അത് രഹസ്യമായിട്ട് ഞാൻ ആളുടെ പേരും പറയാം, പബ്ലിക്കിൽ പറയുന്നത് മോശമാണല്ലോ. ഈ പേര് വിളിക്കുന്നതിനകത്ത് അദ്ദേഹം ഒരു തന്ത്രം സ്വീകരിക്കും. അത് ഈ പെട്ടെന്ന് കയറി ഒരാളുടെ പേര് വിളിക്കുമ്പോൾ അതിനകത്ത് ഒരു അവിശ്വസനീയത വരാതിരിക്കാൻ പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് പ്രാപിച്ച് ദൈവം കൊടുക്കുന്നു ഇങ്ങോട്ട്. അപ്പോൾ അത് പുള്ളി പ്രാപിച്ചെടുത്ത് നമുക്ക് തരുന്നു എന്ന് തോന്നുള്ള വാക്കും ഇതാണ് വിളിക്കുന്നത്. നേരിട്ട് കയറി വിളിക്കുകയല്ല. അപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ പേര് ബേവിച്ചൻ എന്നാണ് കുട്ടിക്കോ, പെട്ടെന്ന് കയറി ബേവിച്ചൻ എന്ന് വിളിക്കാൻ മടി. അതിനേരം എല്ലാം മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കയറി വിളിയാ. ഞാനിക്ക് കൈയോടെ പിടിച്ചോ അതിപ്പോൾ പറയുന്നില്ല, പേഴ്സണലി ചോദിച്ചാൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ബേവിച്ചൻ ഒറ്റ ദൂതാണ്. കേൾക്കുന്നവൻ അന്തം പറഞ്ഞു പോലെ. പിടിയോ? ഇവരെയൊക്കെ സൂക്ഷിക്കാനാണ് പറഞ്ഞേ. ഉമ്മാരെ തിരുവെടുത്ത് വിളിച്ചെന്താ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഇവരുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളവർ കാണും, എന്തോ വൈരാഗ്യമായിരിക്കും. എന്നോടൊന്ന് ആലോചിച്ച് നോക്കിക്കോ. കത്തിക്ക് കുത്താനുള്ള വൈരാഗ്യമല്ലേ? ഞാനൊരുത്തനെ പിടിച്ച കഥ ഭയങ്കര രസകരമാണ്. ഇത് എഴുതുകയും ചെയ്തു. ഞാൻ ജാലകത്തിൽ പത്രത്തിൽ എഴുതി. പേര് വെക്കാറില്ല. അവനും നമുക്ക് മനസ്സിലാകണമല്ലോ, നമ്മുടെ കർത്താവിൻ്റെ നാമം ദുഷിക്കുകയല്ലേ. അതുകൊണ്ട് ഇങ്ങനെ പറയാറില്ല, പേര് പറയില്ല. പക്ഷേ പേഴ്സണലി ചോദിച്ചാൽ പറയാം. കാരണം എന്താ? അവിടുത്തെ അപകടം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തില്ല, അത് മോശമല്ലേ? പിന്നെ പോകുന്നവൻ അനുഭവിച്ചോണോ? അതാ കാര്യം. സൂക്ഷിക്കണം ഇത്തരം കക്ഷികളെ. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ദൈവം സംസാരിക്കുകയല്ലെന്നോ
തൻ്റെ ദാസന്മാരെ അയച്ച് നമുക്ക് വേണ്ട ദൂത് തരികയിലൊന്നുമില്ല. മനം തകർന്നിരിക്കുമ്പോൾ ദൈവം ആരെയൊക്കെയോ നമുക്ക് വേണ്ടി തട്ടി ഉണർത്തും. അങ്ങനെ നമുക്ക് അനുഭവമില്ലേ? ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഹേമിക്കുന്നു, വിവരം എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? ദൈവശബ്ദം കേൾക്കാത്ത ഒരാൾ ഇവിടെ ഇരിപ്പില്ല. പേരും നാളും ഒന്നും അറിയാത്തവന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം ചിലപ്പോൾ നമ്മളെ ഒരുക്കും. ആ പ്രാർത്ഥനയിൽ നമ്മൾ കൃപാവര പ്രാർത്ഥന ഒന്നും ആയിരിക്കില്ല, പക്ഷേ ദൈവം അവൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യും. സ്തോത്രം. ഇപ്പോൾ ഈ വാട്സാപ്പും ഒക്കെ ഉള്ള ഒരു കാലം ഒത്തിരി അനുഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ എൻ്റെ വിപരീത ദിശയിൽ ആളുകൾക്ക് ഈ പ്രാർത്ഥനാ സന്ദേശമൊക്കെ കൈമാറുമ്പോൾ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യേശുവിൻ്റെ ചൈതന്യം നമുക്കെല്ലാം അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ അനുഭവമില്ലാത്ത ഒരാൾ ഇവിടെ ഇരിപ്പില്ല. ദൈവത്തിൻ്റെ ദൂത് കേൾക്കാത്ത ഒരാൾ ഇവിടെ ഇരിപ്പില്ല. ജനുവിനായുള്ള പ്രവചനം ഇന്ന് നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ചേ പറ്റൂ. അത് കേൾക്കാനും അത് നിർവഹിക്കാനും എല്ലാം കർത്താവ് അനുമതിയും പ്രാപ്തിയും തരുന്നുണ്ട്. പക്ഷേ കള്ളപ്രവാചകനെ സൂക്ഷിക്കണം. അത് നമ്മുടെ നിലപാട്. അപ്പോൾ ഇത് അന്ത്യകാലത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. അപ്പോൾ സ്പിരിച്വൽ മണ്ഡലത്തിൽ പിന്നൊക്കെ സംഭവിക്കുന്ന ഒന്ന് വിശ്വാസത്തിൻ്റെ ത്യജിക്കലാണ്. എൻ്റെ കാരണം പറയാം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. അപ്പോൾ ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളും കർത്താദാസനും ദാസിയൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി പരിപാലിച്ചുമൊക്കെ. എൻ്റെ രീതിയിൽ നിന്ന്, സമീപനത്തിൽ നിന്ന് തിരിച്ചൊരു പ്രയാസം അല്ലെങ്കിൽ ഗസ്റ്റോ ആരെങ്കിലും ആകട്ടെ, ഇത് നാളുകളിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് സ്നേഹത്തെ തണുപ്പിക്കാൻ ഹേതുവാകും. ചിലർ തണുക്കില്ല. ഒത്തിരി ജീവിതാനുഭവമുള്ളവർക്ക് തണുപ്പില്ല. അവർ ഭക്തനെ കണ്ടാൽ തിരിച്ചറിയും. എന്നാൽ തണുക്കുന്ന വിധത്തിലെ പ്രതികരണങ്ങൾ അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. കാരണം അധർമ്മം പെരുകുന്നു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. അപ്പം സ്നേഹത്തിൻ്റെ ഈ മാന്യാവസ്ഥ ഇന്ന് സഭകളിലൊക്കെ നോക്കുക. മാന്യം പല മനുഷ്യനെയും ബാധിച്ചിരിക്കുന്നൊരു കാലം. ലോകത്തിന് വരുന്ന ഒരു മാന്യം, വചനം കേൾക്കുന്ന ഒരു മാന്യം, നാവ് കൊണ്ട് പാട്ട് പാടുന്നു, ഉണർവൊക്കെ ഉണ്ടെങ്കിലും അന്തരാത്മാവ് ദൈവത്തിന് കൊടുത്ത് സ്തുതിച്ചിട്ട് കാലം എത്രയായി? ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെത്രയായി? നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ കഴിയാത്ത ഒരിടുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ പാപിയായിട്ടോ അല്ലത്. കൊടുംപാവം ചെയ്തിട്ട് വന്നിരിക്കുന്നുണ്ടെന്നല്ല, അങ്ങോട്ടൊരു റിലാക്സേഷൻ കിട്ടുന്നില്ല. ഈ മാന്യം നമുക്ക് തരുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തിരിക്കുന്നു. ആ സ്നേഹം തണുക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ല ഞാൻ വരികയും നിന്റെ നിലവിളക്ക് സ്വസ്ഥാനത്ത് നിന്നെടുത്ത് നീക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയരെ, തണുപ്പേറിയൊരു കാലാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് സാത്താനായവൻ വാഴുന്നു ഉലകമെമ്പാടും. അതിന് നടുവിൽ ദൈവത്തിൻ്റെ സഭ ഒരുങ്ങി ഉണർന്ന് കാത്തിരിക്കണം. ഇതായി പറഞ്ഞു വന്നതിൻ്റെ രത്നചുരുക്കം. ഡയറക്റ്റായി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സമയം ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഒരു 2 മിനിറ്റ് കൂടി. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവോട് ബന്ധപ്പെട്ടുള്ള ഈ ലക്ഷണങ്ങളിലെ രസകരമായൊരു സാമ്യം കൂടി ഓർമ്മപ്പെടുത്തി നമുക്ക് ഈ സെക്ഷൻ നിർത്താം. 7-ാം മുദ്ര ഭേദിക്കുന്നതോടെ 7 കാഹളങ്ങളാണ്. അപ്പോൾ ഒരാൾ അതിനുവേണ്ടി 8-9 അധ്യായം ഒന്നെടുത്ത് വെക്കണം. ഒരു 4-5 മിനിറ്റ്. 8-9 അധ്യായം. മറ്റൊരാൾ 16 അധ്യായം എടുത്തു വെക്കണം. 2 പേര് വേണം വായിക്കാൻ. എടുത്തോ? ഓക്കെ. അപ്പോൾ ഈ 8 അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചോളൂ. ആ ആ ആ ആ 8-7 മുതൽ വായിച്ചോളൂ. 1-ാം കാഹളം. അപ്പോൾ 1-ാമത്തവനൂതി, അത് എളുപ്പം പഠിക്കാവുന്ന ഭാഗമാണ്. വേറൊരാൾ 16 എടുത്ത് വെച്ചോണം. 1-ാമത്തവനക്കാൻ്റെ കലശം ഒഴിച്ചു എന്നുള്ള എടുത്ത് വെച്ചോണം. ആദ്യത്തെ വായിച്ച് 8-7. എനിക്ക് 8-7 ആദ്യം. ആ ആ ആ ഭൂമിയിൽ 1/3 എന്ന് 1-ാം കാഹളം പ്രശ്നമുണ്ടാക്കിയത് ഭൂമിയിലാണെങ്കിൽ 1-ാം കലശം എന്ത് ചെയ്തു? 16 അതും ഭൂമിയിലാണ്. ഇനി 2-ാം കാഹളം വായിച്ച്. 2-ാം കാഹളം 2-ാമത്തെ ദൂതനൂതിയം. ആ
മതി. രണ്ടാം കലശം വായിച്ച്. അപ്പോൾ അതും ഒന്നാമത്തത് ഭൂമിയിൽ, രണ്ടാമത്തത് കടലിൽ അഥവാ സമുദ്രത്തിൽ. ഇനി മൂന്നാം കാഹളം വായിച്ച്. ആ ആ ആ ആ കാഞ്ഞിര നക്ഷത്രത്തിൻ്റെ പതനമാണ് മൂന്നാം കാഹളം. അപ്പോൾ മൂന്നാം കലശമോ? ആ മതി. ഇനി നാലാം കാഹളവും നാലാം കലശവും. ആ ആ ആ ആ അപ്പോൾ നാലാം കലശം മതി. അപ്പോൾ അഞ്ചാം കാഹളം. ആ ആ ആ ആ ആ അങ്ങനെ അഞ്ചാം കാഹളം, അഞ്ചാം കലശം.